നമസ്കാരം. ശ്രീ കോട്ടയം പുഷ്പനാഥിന്റെ വിശ്വപ്രസിദ്ധമായ കുറ്റാന്വേഷണ കഥയാണ് ലെവൽ ക്രോസ് എന്ന ക്രൈം ത്രില്ലർ സസ്പെൻസ് നോവൽ. തുടക്കം മുതൽ ഒടുക്കം വരെ വായനക്കാരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന അതിഗംഭീര രചനയാണ് കോട്ടയം പുഷ്പനാഥിന്റെ ലെവൽ ക്രോസ്. കോട്ടയത്തിനടുത്ത് റെയിൽവേ ട്രാക്കിൽ തുടർച്ചയായി നടക്കുന്ന മരണങ്ങളും അതിന്റെ പിന്നിലെ നിഗൂഢ കാരണങ്ങളുമാണ് കഥയുടെ ഇതിവൃത്തം. ഇയർഫോണുകളുടെ സഹായത്താൽ കഥ മുഴുവനായും കേൾക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ആശുപത്രിയിൽ ഡോക്ടർ അവരെ കാത്തു നിന്നിരുന്നു. അതെങ്ങനെ സംഭവിച്ചു? ഡിവൈഎസ്പി ചോദിച്ചു. അറിഞ്ഞുകൂടാ, ഞാൻ അറ്റൻഡർമാരെ ചോദ്യം ചെയ്തിട്ട് യാതൊരു ഫലവും ലഭിച്ചില്ല. പരിഭ്രാന്തിയോടെ ഡോക്ടർ അവരെ കൂട്ടി മോർച്ചറിയിലെത്തി. പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ഞാനൊരു അർജന്റ് കേസ് അറ്റൻഡ് ചെയ്യുവാൻ പോയി. തിരികെ വന്നപ്പോഴാണ് ഈ അത്യാഹിതം സംഭവിച്ചത്. അദ്ദേഹം വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു. ഒരു മേശയിൽ കിടത്തിയിരുന്ന മൃതശരീരത്തിൽ അദ്ദേഹം ടോർച്ച് തെളിച്ചു. ആ പ്രേതത്തിന്റെ മുഖം കത്തിക്കരിവാളിച്ചതുപോലെയായിരുന്നു. ഇതെപ്പോഴാണ് സംഭവിച്ചതെന്ന് എന്തെങ്കിലും ഊഹമുണ്ടോ? പുഷ്പരാജ് ചോദിച്ചു. ഇടയ്ക്ക് ലൈറ്റ് പോയത് ഓർമ്മിക്കുന്നില്ലേ? 10നും 12നും ഇടയ്ക്ക്. 10:30ക്കാണ് ഇത് സംഭവിക്കാൻ സാധ്യത. ഞാൻ പല പ്രാവശ്യം അങ്ങോട്ട് റിംഗ് ചെയ്തു, ഫലമുണ്ടായില്ല. ഫോൺ ആകെപ്പാടെ തകരാറിലാണെന്ന് പിന്നീട് മനസ്സിലായി. 20 മിനിറ്റ് മുമ്പാണ് ഫോൺ ശരിയായത്. ഡോക്ടർ മോഹൻദാസ് നിരാശയോടെ പറഞ്ഞു. അപരിചിതരായ ആരെങ്കിലും താങ്കളെ വന്ന് കാണുകയുണ്ടായോ? ഡ്യൂട്ടി റൂമിലെത്തിയപ്പോൾ ഫ്രാൻസിസ് ചോദിച്ചു. ഒരു സ്ത്രീ 9 മണി കഴിഞ്ഞപ്പോൾ എന്നെ കാണുവാൻ വന്നിരുന്നു. എന്തിനാണ് അവർ വന്നത്? പുഷ്പരാജ് ചോദിച്ചു. അവർ വന്നത് ഒരു പേഷ്യന്റിനെ കാണുവാനായിരുന്നു. പക്ഷെ അവർ പറഞ്ഞ തരത്തിലുള്ള ഒരാൾ ഇവിടെ ഇല്ലായിരുന്നു. ബോംബെയിൽ നിന്ന് വന്നതാണെന്നാണ് അവർ പറഞ്ഞത്. കടും നീല നിറത്തിലുള്ള ഒരു സാരിയാണോ അവർ ധരിച്ചിരുന്നത്? പുഷ്പരാജ് ചോദിച്ചു. അതെ, വെളുത്ത പൂക്കളുള്ള ഒരു സാരി. ഡോക്ടർ ശരിവെച്ചു. കഴുത്തിൽ കറുത്ത മുത്തുകൾ കോർത്ത ഒരു പവിഴമാല ഉണ്ടായിരുന്നുവോ? പുഷ്പരാജ് സംശയം തീർക്കുവാനായി വീണ്ടും ചോദിച്ചു. അതെ അതെ, താങ്കൾ വളരെ കൃത്യമായി ഇതെങ്ങനെ മനസ്സിലാക്കി? ഡോക്ടർ ചോദിച്ചു. ആ സ്ത്രീ എന്റെ അടുക്കലും വന്നിരുന്നു. ഒരു തരത്തിൽ അവരെന്നെയും ശരിക്കു കളിപ്പിച്ചു. താങ്കളെ അന്വേഷിച്ചാണ് ഹോട്ടലിൽ വന്നത്. ഞാൻ അവരുടെ മുന്നിൽ ഡോക്ടർ മോഹൻദാസായി അഭിനയിച്ചു. പക്ഷെ ഞാൻ നടനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരും വേഷമിട്ടു. അതിൽ ജയിച്ചത് അവരായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നു. അവർ വന്നത് ഈ മൃതശരീരം അവരുടെ സഹോദരന്റേതാണെന്നും അത് ഏറ്റുവാങ്ങാൻ രാവിലെ അവർ വരുമെന്നും പറഞ്ഞു. അവർ വളരെ ബുദ്ധിപൂർവമാണ് അതിനുരുമ്പിടുന്നത്. നാളെ അവർ വരുമ്പോൾ സഹോദരന്റെ ആസിഡ് വീണ വികൃതമായ ശവശരീരം കാണുമ്പോൾ നമുക്കെതിരായി അവർ പരാതി ഉന്നയിക്കും. അവരെ നേരിടുവാൻ ഒരു മാർഗം നാം കണ്ടുപിടിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. പുഷ്പരാജ് റോഡിൽ കൂടി വേഗത കുറഞ്ഞ് ഓടിയകുന്ന ഒരു വാഹനം ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. മഴ പെയ്ത് അവസാനിച്ചെങ്കിലും നൂലുപോലെ മഴത്തുള്ളികൾ അപ്പോഴും വീണുകൊണ്ടിരുന്നു. വേനലിന്റെ മധ്യത്തിൽ നിലത്തു പതിച്ച ജലഗണങ്ങൾ അപ്പോൾ തന്നെ ആവിയായി അന്തരീക്ഷത്തിൽ പുക പോലെ തങ്ങി നിന്നിരുന്നു. നഗരം തികച്ചും ശാന്തമായിരുന്നു. 1-2 ടാക്സിക്കാറുകൾ മാത്രം റോഡിന്റെ ഓരം ചേർത്തിട്ടിരുന്നു. ആകാശത്ത് അപ്പോഴും കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിക്കൊണ്ടിരുന്നു. എന്നാൽ എനിക്ക് വേറൊരു ആശയം തോന്നുന്നു. ഡിവൈഎസ്പി ഫ്രാൻസിസ് വാച്ചിൽ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. അവർ നാളെ തീർച്ചയായും വരും. മൃതശരീരം അവർ ഏറ്റുവാങ്ങും. ഇനി അഥവാ വാങ്ങിയില്ലെങ്കിലും നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. മിസ്റ്റർ പുഷ്പരാജ്, താങ്കളെ അവർ സമീപിച്ചത് നമ്മുടെ നീക്കങ്ങൾ അറിയുവാൻ വേണ്ടിയും നമ്മെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയുമാണ്. അതെനിക്ക് ബോധ്യമായി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അയാൾ ആരെന്നു കൂടി നമുക്കറിഞ്ഞുകൂടാ. ഒരു കാര്യം തീർച്ചയാണ്, മരണമടഞ്ഞ യുവാവ് തന്നെയാണ് സ്ത്രീയെ കൊല ചെയ്തത്. അതിനിടയ്ക്ക് പ്രതിഫലത്തെക്കുറിച്ച് എന്തെങ്കിലും വാക്കുതർക്കം ഉണ്ടായി കാണും. അതിന്റെ പേരിൽ അയാളെ കൊന്നിരിക്കും. ആദ്യം വിവരം തന്ന ചെറുപ്പക്കാരൻ ഒരു നിലവിളി കേട്ടതായി മൊഴി തന്നിട്ടുണ്ടല്ലോ. ഒരുപക്ഷെ ഇയാളെ വകവരുത്തിയപ്പോഴുണ്ടായ ശബ്ദമായിരിക്കും അത്. പുഷ്പരാജ് ഇരുളടഞ്ഞു കിടക്കുന്ന തോട്ടത്തിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഏതായാലും നാളെ കൂടി നമുക്ക് കാക്കാം. റെയിൽപാളത്തിൽ വെച്ച് ആ ചെറുപ്പക്കാരന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് നാളത്തെ പത്രത്തിൽ കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും അന്വേഷിച്ചു വരാതിരിക്കില്ല. മിസ്റ്റർ ഫ്രാൻസിസ് മോർച്ചറി സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. ആ സ്ത്രീ ആദ്യം വരും. വരികയാണെങ്കിൽ അവരെ കസ്റ്റഡിയിലെടുക്കണം. പക്ഷെ ആ വിവരം പുറത്തറിയരുത്. പുഷ്പരാജ് അഭിപ്രായപ്പെട്ടു. ഡോക്ടർ, നേരം വെളുക്കുന്നതുവരെ മോർച്ചറിയുടെ കാവലിനു വേണ്ടി ഞാൻ 2 പോലീസ് ഉദ്യോഗസ്ഥരെ നിർത്തുന്നതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? കൊള്ളാം, അതൊരു വിധത്തിൽ നല്ലതാണ്. ഡോക്ടർ ഡിവൈഎസ്പിയുടെ നിർദ്ദേശത്തോട് യോജിച്ചു. അദ്ദേഹം അപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് ഡയൽ ചെയ്തു. 20 മിനിറ്റിനകം അവർ വരും. ഞങ്ങൾ ഇറങ്ങട്ടെ. ഡിവൈഎസ്പിയും പുഷ്പരാജും യാത്രയായി. ഇന്ന് രാത്രി താങ്കളെ 2ാമത്തെ തവണയാണ് ഞാൻ ഇവിടെ കൊണ്ടാക്കുന്നത്. ഇനി ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ആ സ്ത്രീ അവിടെ കാണുമോ എന്തോ? മിസ്റ്റർ ഫ്രാൻസിസ് ചിരിച്ചുകൊണ്ട് കാർ സ്റ്റാർട്ടാക്കി. ആ സ്ത്രീ പറഞ്ഞതും പ്രവർത്തിച്ചതും മുഴുവൻ കളവാണ്. മുറിക്കുള്ളിൽ വന്നിരുന്നപ്പോൾ പുഷ്പരാജ് ഓർത്തു. ഹോട്ടലിൽ അവർ മുറിയെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതുപോലെ ഡോക്ടറുടെ വീട്ടിൽ ചെന്നപ്പോൾ മൃത്യൻ ഡോക്ടർ അവിടെ ഇല്ലെന്ന് പറഞ്ഞതും ശുദ്ധ പൊളിയായിരുന്നു.
അടുത്ത കാലത്തെങ്ങും ഇതുപോലെ വിക്രമിയായ സ്ത്രീയെ അദ്ദേഹം പരിചയപ്പെട്ടിട്ടില്ല. തന്നെ അവൾക്ക് അറിയാമായിരുന്നുവെന്നുള്ളത് ഇതിൽ നിന്നും പുഷ്പരാജിന് ബോധ്യമായി. കട്ടിലിൽ കിടന്നതും അദ്ദേഹം നിദ്രയിൽ ആണ്ടുപോയി. ഹോട്ടൽ ബോയ് വിളിച്ചുണർത്തിയപ്പോഴാണ് അദ്ദേഹം കണ്ണു തുറന്നത്. പ്രഭാത കർമ്മങ്ങൾക്ക് ശേഷം അദ്ദേഹം മിസ്റ്റർ ഫ്രാൻസിസിന് ഫോൺ ചെയ്തു. അദ്ദേഹത്തിന്റെ നിർദ്ദേശം കൂടി കണക്കിലെടുത്തിട്ട് പുഷ്പരാജ് ആശുപത്രിയിലെത്തി. ഒരു സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന നിലയ്ക്ക് ഡോക്ടർ മോഹൻദാസും സന്നിഹിതനായിരുന്നു. 1 മണിവരെ അവർ കാത്തിരുന്നിട്ടും പ്രേതം ഏറ്റുവാങ്ങാൻ ആരും വന്നില്ല. 1:30 മണിയായപ്പോൾ പ്രായമായ ഒരു സ്ത്രീയും ഒരു ചെറുപ്പക്കാരനും ഒരു യുവതിയും കാറിൽ വന്നു ചേർന്നു. അവരുടെ കൈവശം പത്രത്തിന്റെ ഒരു കോപ്പിയും ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ അവർ ഡോക്ടറുടെ മുറിയിലേക്ക് വന്നു. അവർ പത്രം തുറന്ന് ഫോട്ടോ കാണിച്ചുകൊണ്ട് അത്യന്തം പാരവശ്യത്തോടെ ഡോക്ടറോട് ആ സംഭവത്തെക്കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. പുഷ്പരാജ് അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് യാതൊരു മറുപടിയും നൽകാതിരുന്നു. ഡോക്ടർ ഇടയ്ക്കിടെ പുഷ്പരാജിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഈ അവസരത്തിൽ പുഷ്പരാജ് റിസീവർ എടുത്ത് ഡിവൈഎസ്പിക്ക് ഡയൽ ചെയ്തു. പ്രധാനപ്പെട്ട ഒരു കേസിന്റെ മുഖ്യമായ ഒരു രംഗത്തായിരുന്നതുകൊണ്ട് അദ്ദേഹം ഉടൻ തന്നെ എത്തുന്നതാണെന്ന് വിവരം അറിയിച്ചു. മരിച്ചുപോയത് നിങ്ങളുടെ എത്രാമത്തെ മകനാണ്? പുഷ്പരാജ് ചോദിച്ചു. എന്റെ 2ാമത്തെ മകനാണ്. മൂത്ത മകൻ പട്ടാളത്തിലാണ്. വൃദ്ധ മറുപടി നൽകി. ഇതാരൊക്കെയാണ്? ഇതെന്റെ ഇളയ മകനും ഭാര്യയുമാണ്. ഈ ഫോട്ടോയിൽ കാണുന്നത് നിങ്ങളുടെ മകൻ തന്നെയാണോ? അതെ, വൃദ്ധ ദൃഢസ്വരത്തിൽ പറഞ്ഞു. മകന്റെ പേരെന്താണ്? പുഷ്പരാജ് ചോദിച്ചയുടനെ ഡിവൈഎസ്പി കയറി വന്നു. അവരൊക്കെ വന്നോ? മിസ്റ്റർ ഫ്രാൻസിസ് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ ചോദിച്ചു. ഇത് മരണമടഞ്ഞ യുവാവിന്റെ അമ്മ, ഇളയ സഹോദരൻ, ഭാര്യ. ഇളയ സഹോദരന്റെ ഭാര്യയാണ്. പുഷ്പരാജ് അവരെ പരിചയപ്പെടുത്തി. കൊള്ളാം, നല്ലത്. മിസ്റ്റർ ഫ്രാൻസിസ് ഓരോരുത്തരെയായി മാറി മാറി നോക്കി. മരിച്ചുപോയ നിങ്ങളുടെ മകന്റെ പേരെന്താണ്? ഡിവൈഎസ്പി ചോദിച്ചു. രാഘവൻ. ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞു. ഞാൻ ചോദിച്ചത് നിങ്ങളോടല്ല. ഫ്രാൻസിസിന്റെ മുഖത്ത് ഒരു നിമിഷം ഭാവമാറ്റമുണ്ടായി. അവൻ പറഞ്ഞത് തന്നെയാണ്. വൃദ്ധ ഏറ്റു പറഞ്ഞു. എന്താണ് അവൻ പറഞ്ഞത്? പറഞ്ഞു കൊടുക്കൂ മോനെ. വൃദ്ധ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് കണ്ണയച്ചിരുന്നു. നിങ്ങൾക്കറിഞ്ഞുകൂടെ? അതുകൊള്ളാമല്ലോ. നിങ്ങൾ മരിച്ചയാളിന്റെ അമ്മയല്ലേ? മകന്റെ പേര് പറയുവാൻ കൂട്ടുവേണോ? അതുകൊള്ളാമല്ലോ. പുഷ്പരാജ് സംശയദൃഷ്ടിയോടെ യുവതിയെയും ചെറുപ്പക്കാരനെയും സൂക്ഷിച്ചു നോക്കി. സാരമില്ല, ഇവർ 3 പേരും കൂടി ഇരുന്നാൽ മരിച്ചുപോയ ആളിന്റെ പേര് പറയുകയില്ല. ഓരോരുത്തരെ പ്രത്യേകം വിളിച്ചു ചോദിക്കണം. ഫ്രാൻസിസ് തന്റെ കാർ ഓടിച്ചു കൊണ്ടുവന്നയാളെ വിളിച്ചു. ഇയാളെ കാറിൽ കൊണ്ടുപോയി ഇരുത്തുക. ഞാൻ ആവശ്യപ്പെട്ടാൽ ഇങ്ങോട്ട് അയച്ചാൽ മതി. ഡിവൈഎസ്പിയുടെ പ്രവൃത്തി പുഷ്പരാജിന് ഇഷ്ടപ്പെട്ടു. ഇതെന്താണ് ഡോക്ടർ സാർ? ചെറുപ്പക്കാരൻ ശബ്ദമുയർത്തി പറഞ്ഞു. ഞാൻ ഡോക്ടറല്ല അനിയ, ഇവിടുത്തെ ഡിവൈഎസ്പിയാണ്. ഫ്രാൻസിസിന്റെ വാക്കുകൾ 3 പേരെയും പെട്ടെന്ന് നിശ്ചലമാക്കി കളഞ്ഞു. അവർ എഴുന്നേൽക്കുവാൻ ഒരുമ്പെട്ടു. വേണ്ട വേണ്ട, ഇരുന്നോളൂ, ഫ്രാൻസിസ് പറഞ്ഞു. ചെറുപ്പക്കാരൻ കാറിൽ കയറിയിരുന്നു. നിങ്ങളുടെ പേരെന്താണ്? പുഷ്പരാജ് യുവതിയോട് ചോദിച്ചു. ശാന്ത. അവൾ വരണ്ട ചുണ്ടുകൾ നനച്ചുകൊണ്ട് പറഞ്ഞു. ശാന്തയെ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടല്ലോ. ശാന്ത സിനിമയിൽ ചില്ലറ വേഷങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടല്ലേ? പുഷ്പരാജിന്റെ വാക്കുകൾ അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. ഉണ്ട് സർ, അവൾ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു. പേടിക്കണ്ട കേട്ടോ, ഇവിടെ അഭിനയിക്കാതിരുന്നാൽ മതി. ഇപ്പോൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയ ചെറുപ്പക്കാരൻ ശാന്തയുടെ ഭർത്താവല്ലല്ലോ. ശാന്ത വിവാഹം കഴിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ശരിയല്ലേ? അതെ. ഒരു കെണിയിൽ വീണതുപോലെ അവൾ പരിങ്ങി. ഈ വല്യമ്മ ആരാണ്? സാവകാശത്തിൽ അവളെ ചോദ്യം ചെയ്യാമെന്ന് കരുതി പുഷ്പരാജ് ചോദിച്ചു. ഇതെന്റെ അമ്മയാണ് സാർ, കളവ് ഞാൻ പറയില്ല. അവൾ അല്പം നിവർന്നിരുന്നു. ഈ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിക്കട്ടെ? പുഷ്പരാജ് അവളുടെ കണ്ണുകളിൽ സൂക്ഷിച്ചു നോക്കി. അതെ സാർ, അവൾ പറഞ്ഞു. ശരി, പിന്നെന്തിനാണ് ഇവർ ആ ചെറുപ്പക്കാരൻ മകനാണെന്ന് പറഞ്ഞത്? ഫ്രാൻസിസ് ഉയർന്ന സ്വരത്തിൽ ചോദിച്ചു. അമ്മ എപ്പോഴും അദ്ദേഹത്തെ മകനെ പോലെയാണ് കരുതുന്നത്. ആര് ചോദിച്ചാലും അങ്ങനെയേ പറയുകയുള്ളൂ. അവൾ പറഞ്ഞത് കൃത്രിമമായി പുഷ്പരാജിന് തോന്നി. നിങ്ങളിപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? പുഷ്പരാജ് ചോദിച്ചു. കോഴിക്കോട്ട് നിന്നാണ്. നിങ്ങളുടെ ഭർത്താവിന് ജോലി എന്താണ്? ഡ്രൈവറാണ് സാർ. നിങ്ങൾ തമ്മിൽ അവസാനമായി കണ്ടത് എന്നാണ്? 1 മാസത്തിലധികമായി. അന്ന് നിങ്ങൾ എവിടെയായിരുന്നു? മദ്രാസിലായിരുന്നു. അന്ന് ഭർത്താവ് കൂടെ വന്നിരുന്നോ? വന്നിരുന്നു. ശാന്ത പറഞ്ഞതെല്ലാം ശരിയാണല്ലോ? അതെ സാർ. ഇനി മാറി പറയുകയില്ലല്ലോ? ഇല്ല സാർ. ശാന്തയ്ക്ക് മാറി പറയുവാൻ കഴിയില്ല. ഇതാ കേട്ടോളൂ. പുഷ്പരാജ് തന്റെ പോക്കറ്റിൽ കിടന്ന ഡയറിയുടെ പിന്നിലുള്ള ചെറിയ ബട്ടണിൽ 1 മിനിറ്റ് സമയം വിരൽ കൊണ്ട് അമർത്തിയ ശേഷം കൈയെടുത്തു. ഇതുവരെ അവിടെ നടന്ന സംഭാഷണങ്ങൾ യാതൊരു വ്യത്യാസവുമില്ലാതെ അവർ കേട്ടു. ഇപ്പോൾ മനസ്സിലായല്ലോ? ഒരു കാര്യം കൂടി, ശാന്തയുടെ ഭർത്താവിന്റെ പേര് ചോദിക്കുവാൻ വിട്ടുപോയി. ഹരിദാസ്. ഇനി നമുക്ക് അയാളെ വിളിക്കാം, പുഷ്പരാജ് ഫ്രാൻസിസിനോട് പറഞ്ഞു. ഫ്രാൻസിസ് ഡ്രൈവറെ വിളിച്ച് അയാളോട് വരാൻ പറഞ്ഞു. അയാൾ കാറിൽ നിന്നിറങ്ങി അവരുടെ അടുത്തു വന്ന് ഒതുങ്ങി നിന്നു. അവിടെ ഇരിക്കൂ. ഫ്രാൻസിസ് അയാൾക്ക് ഇരിക്കുവാൻ കസേര ചൂണ്ടിക്കാണിച്ചു. അയാൾ ഇരുന്നു. നിങ്ങളുടെ പേര്? ഹരിദാസ്.
ഡിവൈഎസ്പി ഫ്രാൻസിസും പുഷ്പരാജും പരസ്പരം നോക്കി. മരിച്ചതാരാണ്? പുഷ്പരാജ് ചോദിച്ചു. എന്റെ ഭാര്യയുടെ സഹോദരൻ. നിങ്ങളുടെ ജോലി? ഞാനൊരു ലോറി ഓടിക്കുന്നു സർ. ഇത്? അദ്ദേഹം വൃദ്ധയെ ചൂണ്ടി. എന്റെ ഭാര്യയുടെ അമ്മയാണ്. ഭാര്യയും നിങ്ങളും തമ്മിൽ പിരിഞ്ഞതിന് ശേഷം എന്നാണ് കണ്ടുമുട്ടിയത്? ഇന്നലെയാണ് സർ. ഈ വിവരം അറിഞ്ഞ് നിങ്ങൾ വന്നതാണോ? അതെ. ഭാര്യയോ? അല്ല. പ്രേതം കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാമോ? അറിയാം സർ. പക്ഷെ മുഖം വികൃതമാണ്. മുഖം നോക്കിയാൽ ആളെ അറിയുവാൻ എളുപ്പമല്ല. മറ്റെന്തെങ്കിലും അടയാളം പറയുവാൻ കഴിയുമോ? വലത് തുടയിൽ ഒരു കറുത്ത പാടുണ്ട്. അല്പം വലുതാണ്. കൂടാതെ ഇടത് കൈത്തണ്ടയിൽ ഒരു മുറിവുണ്ടായിട്ടുണ്ട്. അത് കറുത്ത നിറത്തിലുള്ള ഒരു അടയാളമായി കാണാവുന്നതാണ്. ഹരിദാസിന്റെ വിവരണം കേട്ട് ഡോക്ടർ മോഹൻദാസ് ഒരു ഫയൽ മറിച്ച് ശ്രദ്ധിച്ച ശേഷം അത് ഡിറ്റക്റ്റീവ് പുഷ്പരാജിന്റെ മുന്നിലേക്ക് നീക്കിവെച്ചു. എങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളിന്റെ മൃതശരീരം റെയിൽപാളത്തിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടില്ല. ഡിറ്റക്റ്റീവ് പുഷ്പരാജിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചപ്പോൾ അവർ പരസ്പരം നോക്കിയിരുന്നു പോയി. അപ്പോ ഫോട്ടോയിൽ കണ്ടത്? ഹരിദാസ് സംശയം തീർക്കുന്ന ധ്വനിയിൽ ചോദിച്ചു. ഫോട്ടോയിൽ മാറ്റങ്ങൾ കണ്ടെന്നു വരാം. ചിലപ്പോൾ ഏകദേശം ഒരുപോലെയുള്ളവരില്ലേ? പക്ഷെ അടയാളങ്ങൾ ഒരിക്കലും ഒന്നുപോലെ ഇരിക്കില്ല. അപ്പോൾ ഞങ്ങൾ? ഹരിദാസ് ഇടയ്ക്ക് വെച്ച് വാചകം മുറിച്ച് ഡിവൈഎസ്പിയെയും പുഷ്പരാജിനെയും മാറി മാറി നോക്കി. നിങ്ങൾ മടങ്ങുകയേ നിവൃത്തിയുള്ളൂ. പുഷ്പരാജ് ഫയൽ ഫ്രാൻസിസിന്റെ മുന്നിലേക്ക് നീക്കിവെച്ചു. അവർ എണീറ്റ് വന്ദനം പറഞ്ഞ് ആശുപത്രി വിട്ടു. എന്താണ് അങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത്? ഫ്രാൻസിസ് പുഷ്പരാജിനോട് ചോദിച്ചു. മരിച്ച ആളുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. ആരോ പറഞ്ഞയച്ചത് പ്രകാരമാണ് ഇവരിവിടെ വന്നത്. താങ്കൾ ഇവരുടെ പിന്നാലെ നിഴൽ പോലെ പിന്തുടരുവാൻ ആരെയെങ്കിലും നിയോഗിക്കണം. ഇവർ ആരൊക്കെയായി ബന്ധപ്പെടുന്നുണ്ടെന്ന് നാം അറിയണം. പുഷ്പരാജിന്റെ അഭിപ്രായമനുസരിച്ച് ഫ്രാൻസിസ് അപ്പോൾ തന്നെ തന്റെ കീഴിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ട ഒരാളെ ഫോണിൽ കൂടി അതിന് നിയോഗിച്ചു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു കാർ ആശുപത്രിയുടെ വാതിക്കൽ വന്ന് നിന്നു. അതിനുള്ളിൽ നിന്ന് ഒരു മധ്യവയസ്കനും ഒരു ചെറുപ്പക്കാരനും ഇറങ്ങി വന്നു. ഇരുവരും ഡോക്ടറുടെ മുറിയുടെ വാതിക്കൽ വന്നു. ഞങ്ങൾ ഈ പത്രത്തിലെ ഫോട്ടോ കണ്ടു വന്നതാണ്. ഈ ഫോട്ടോയിൽ കാണുന്നത് എന്റെ മകനാണ്. അയാളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. കൂടെ വന്ന ചെറുപ്പക്കാരൻ ഒറ്റനോട്ടത്തിൽ അയാളുടെ മകനാണെന്ന് തോന്നിക്കുമായിരുന്നു. കയറിയിരിക്കൂ. ഡോക്ടർ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. നിങ്ങൾ എവിടെ നിന്ന് വരികയാണ്? ഡോക്ടർ ചോദിച്ചു. ഞങ്ങൾ തൃശൂരിൽ നിന്ന് വരികയാണ്. ഇതാ. അയാൾ ഒരു കവർ എടുത്തു നീട്ടി. ഡോക്ടർ അത് തുറന്നു വായിച്ചു നോക്കിയ ശേഷം ഡിവൈഎസ്പിയുടെ കയ്യിൽ കൊടുത്തു. നിങ്ങളുടെ മകനാണല്ലേ? ഡിവൈഎസ്പി ചോദിച്ചു. അതെ സർ. എന്തെങ്കിലും അടയാളങ്ങൾ പറയുവാൻ കഴിയുമോ? പുഷ്പരാജ് അന്വേഷിച്ചു. പൊക്കിളിന് താഴെ ഒരു കറുത്ത മറുകുണ്ട്. അതിൽ കറുത്ത രോമങ്ങൾ കട്ടിയായി വളർന്നു നിൽപ്പുമുണ്ട്. വലത് കക്ഷത്തിൽ ഒരു മുറിപ്പാടുണ്ട്. അയാൾ ഗദ്ഗതത്തോടെ പറഞ്ഞു. അയാൾ പറഞ്ഞ അടയാളങ്ങൾ തികച്ചും ശരിയായിരുന്നു. നിങ്ങളുടെ മകന്റെ പേരെന്താണ്? ജോൺ കുര്യൻ. അവന് ജോലി എന്തായിരുന്നു? MSc പാസ്സായി. അതിനുശേഷം കോളേജിൽ കുറെ കാലം പഠിപ്പിച്ചു. അങ്ങനെയിരിക്കെ ഉദ്യോഗം രാജിവെച്ച് കുറെ രൂപയുമായി ഇറങ്ങി തിരിച്ചതാണ്. കൈവശം നല്ലൊരു തുകയുണ്ടായിരുന്നു. കുറഞ്ഞത് 1 ലക്ഷം രൂപയെങ്കിലും കാണും. ആരെങ്കിലും അത് അപഹരിച്ചു കാണും. അയാൾ വളരെ ബുദ്ധിമുട്ടിയാണ് അത്രയും പറഞ്ഞത്. എവിടെ പോവുകയാണെന്ന് പറഞ്ഞില്ലേ? പുഷ്പരാജ് ചോദിച്ചു. ഇല്ല, മദ്രാസിന് പോവുകയാണെന്ന് വീട്ടിൽ പറഞ്ഞിരുന്നു. ജോലിയോട് പണ്ടേ താല്പര്യം കുറവായിരുന്നു. എനിക്കൊരു ബാങ്കുണ്ട്. സാമാന്യം സാമ്പത്തിക സ്ഥിതിയുള്ളതാണ് കുടുംബം. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മതിയായിരുന്നു. ജോൺ വിവാഹിതനാണോ? ഫ്രാൻസിസ് ചോദിച്ചു. ഇല്ല. വീട്ടിൽ നിന്നും പോയിട്ട് എത്ര നാളായി? 1 മാസം കഴിഞ്ഞു. ഇത്രയും വലിയ ഒരു തുക പണമായി കൊണ്ടുപോവുകയായിരുന്നോ? ആയിരിക്കില്ല. അവന്റെ സ്വന്തം പേരിൽ ഗേറ്റ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അത് ഒരാഴ്ച മുമ്പ് പിൻവലിച്ചതായി ഞാൻ അറിഞ്ഞു. പോയതിനു ശേഷം കത്തുകൾ അയച്ചിരുന്നോ? 2 കത്തുകൾ അയച്ചിരുന്നു. അത് കൈവശമുണ്ടോ? ഇല്ല. നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരൻ പറഞ്ഞു. ആ കത്ത് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നശിപ്പിക്കരുത്. മകൻ ഏതെങ്കിലും പ്രേമബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതായി അറിയാമോ? ഇല്ല. ആ കത്തിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? ഫ്രാൻസിസ് ചെറുപ്പക്കാരന്റെ നേർക്ക് തിരിഞ്ഞു. അടുത്ത് തന്നെ ഒരു ബിസിനസ് താരമാവുന്നുണ്ടെന്ന് എഴുതിയിരുന്നു. എന്താണെന്ന് പറഞ്ഞിട്ടില്ല. വിരോധികൾ ആരെങ്കിലും ഉള്ളതായി അറിയാമോ? ഇല്ല, അങ്ങനെയൊരു സ്വഭാവക്കാരനല്ല. ആത്മഹത്യ ചെയ്യുവാൻ വല്ല കാരണവുമുണ്ടോ? അറിഞ്ഞുകൂടാ. അതിന്റെ ആവശ്യം അവനില്ല. പണം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് വീട്ടിൽ വന്നാൽ കുഴപ്പമാകുമോ എന്ന് കരുതി പലതും പ്രവർത്തിച്ചിരിക്കാൻ വഴിയുണ്ടോ? 1 ലക്ഷം എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തുകയല്ല. എനിക്ക് 2 ആൺമക്കളെ ഉള്ളൂ. അപ്പോൾ ഇതൊരു കൊലപാതകം തന്നെയാണ്, ഫ്രാൻസിസ് സ്വയം പറഞ്ഞു. അതെ, ആരോ അവനെ കൊന്നതായിരിക്കും, മധ്യവയസ്കൻ നിർവികാരമായി പറഞ്ഞു. നടപടിക്രമം അനുസരിച്ച് മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത ശേഷം ഫ്രാൻസിസും പുഷ്പരാജും വൈകുന്നേരം ക്ലബിൽ സന്ധിച്ചു. വളരെ വിചിത്രമായൊരു കേസാണിത്. ആദ്യം വന്നവർ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വന്നതാണ്.
ഈ 2 കൊലപാതകങ്ങളുടെ പിന്നിലും നാം പ്രതീക്ഷിക്കുന്നതിലും വലുതായ ഒരു ശക്തി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ യുവതി ആ സംഘത്തിലെ പ്രധാന കണ്ണിയാണ്. നാം ഫോട്ടോ എടുത്ത വിവരം അറിയാതെയാണ് അവൾ സമീപിച്ചതും അത് വികൃതമാക്കിയതും. ഫ്രാൻസിസ് അത് പറയുമ്പോഴും എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നു. അവളെ നാം പിടിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല. ഒന്നും തുറന്നു പറയുന്ന പ്രകൃതക്കാരിയല്ല അവൾ. പറഞ്ഞാൽ തന്നെ അത് ശരിയായിരിക്കണമെന്നില്ല. അതുകൊണ്ട് സ്വതന്ത്രമായി വിടുകയാണ് നല്ലത്. അവളുടെ നീക്കങ്ങളെക്കുറിച്ച് അറിയാൻ ഞാൻ സുധീറിനെ നിയമിച്ചിട്ടുണ്ട്. പുഷ്പരാജിന്റെ പ്രവർത്തനങ്ങളോട് മിസ്റ്റർ ഫ്രാൻസിസിന് പണ്ടുമുതലേ മതിപ്പായിരുന്നു. ഇതിനു മുൻപ് പല കേസുകളും പുഷ്പരാജ് തെളിയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സിനിമാ നടിയുടെ മരണത്തെക്കുറിച്ച് താങ്കളുടെ നിഗമനം എന്താണ്? ഫ്രാൻസിസ് ചോദിച്ചു. ഇതുവരെ യാതൊരു അനുമാനവും ലഭിക്കാത്ത ഒന്നാണത്. ഒരു കാര്യം തീർച്ചയാണ്, 2 മരണവും തമ്മിൽ ബന്ധമുണ്ട്. ഒന്നുകിൽ ജോണിനെ കൊന്നത് അവളായിരിക്കും, അല്ലെങ്കിൽ മറിച്ചും. 2 ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇന്ന് ചില പത്രങ്ങൾ നമുക്കെതിരായി എഴുതിയിട്ടുണ്ട്. ഫ്രാൻസിസ് ചില കട്ടിങ്ങുകൾ പോക്കറ്റിൽ നിന്നും വെളിയിലെടുത്തു. അത് സാരമില്ല, പോലീസിനെ കുറ്റം പറയുന്ന ചില പത്രങ്ങളുണ്ട്. അങ്ങനെയൊക്കെ എഴുതിയെങ്കിലല്ലേ വായനക്കാർക്ക് ഒരു രസം കിട്ടുകയുള്ളൂ. പിന്നെ കുറെയൊക്കെ എഴുതുന്നത് നമുക്കും നല്ലതല്ലേ? പുഷ്പരാജ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ കേസ് പിടിച്ചു കഴിഞ്ഞാൽ ഈ പത്രങ്ങൾ മറിച്ചെഴുതുകയുമില്ല. ഫ്രാൻസിസ് കട്ടിങ്ങുകൾ ചുരുട്ടി യഥാസ്ഥാനത്ത് നിക്ഷേപിച്ചു. മരണമടഞ്ഞ യുവതിയുടെ മൃതശരീരം ഏറ്റുവാങ്ങാൻ ഇതുവരെ ആരും മുന്നോട്ട് വന്നില്ല. പുഷ്പരാജ് എണീറ്റ് ജനാലയുടെ അരികിൽ പോയി നിന്ന് പുറത്തേക്ക് കണ്ണയച്ചുകൊണ്ടിരുന്നു. ഒരുപക്ഷെ അവരുടെ ബന്ധുക്കൾ അറിഞ്ഞുകെട്ട് വരുന്നതല്ലേയുള്ളൂ. നാളെ ആരെങ്കിലും എത്താതിരിക്കുകയില്ല. എന്തുവന്നാലും ഈ കേസ് ഒരു പ്രധാന വാർത്തയായി തീർന്നിട്ടുണ്ട്. ഫ്രാൻസിസ് പുഷ്പരാജിന്റെ അടുത്തേക്ക് വന്നു. ഡിവൈഎസ്പി ഫ്രാൻസിസ് റിസീവർ എടുത്തു. ഇതാ താങ്കൾക്കാണ്. അദ്ദേഹം റിസീവർ പുഷ്പരാജിന്റെ കയ്യിൽ കൊടുത്തു. ഡിറ്റക്റ്റീവ് സുധീറാണ്. അടിയന്തരമായി എറണാകുളത്തെത്തണമെന്ന് പുഷ്പരാജ് ഫോൺ താഴെ വെച്ചുകൊണ്ട് പറഞ്ഞു. എന്താണെന്ന് പറഞ്ഞില്ലേ? ഫ്രാൻസിസ് തിരക്കി. പറയുവാൻ സൗകര്യം ലഭിച്ചു കാണില്ല. ഹോട്ടലിൽ നിന്നും ഫോൺ ചെയ്യുമ്പോൾ പലരും അടുത്ത് കാണില്ലേ? ഒരു കോഡുവാക്ക് പറയും. അപ്പോൾ എനിക്ക് അയാളെ മനസ്സിലാവും. ഞാൻ താങ്ക് ഗോഡ് എന്ന് പറഞ്ഞത് കേട്ടില്ലേ? അതാണ് എന്റെ ഇന്നത്തെ കോഡ്. അടുത്ത ആഴ്ച ഞങ്ങൾ തമ്മിൽ മാറും. പുഷ്പരാജിന് അതുവരെ ഉണ്ടായിരുന്ന ഉന്മേഷരഹിതമായ അവസ്ഥ പെട്ടെന്ന് മാറി. സുധീർ എന്തെങ്കിലും പ്രധാനപ്പെട്ട വിഷയമല്ലെങ്കിൽ തന്റെ സഹായം ആവശ്യപ്പെടുകയില്ലെന്ന് പുഷ്പരാജിന് വിശ്വാസമുണ്ടായിരുന്നു. ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന കേസിനെക്കുറിച്ച് അദ്ദേഹം സുധീറിനെ ധരിപ്പിച്ചിരുന്നു. ഉടനെ പോകാൻ തീരുമാനിച്ചോ? ഫ്രാൻസിസ് ചോദിച്ചു. 9 മണിക്ക് അവിടെ എത്തണമെന്നാണ് ഫോൺ. പുഷ്പരാജ് വാച്ച് നോക്കി പറഞ്ഞു. മണി 7 ആകുവാൻ 10 മിനിറ്റ് മാത്രം അവശേഷിച്ചിരുന്നു. ഇപ്പോൾ ഒരു ബസ്സുണ്ട്, താങ്കൾക്ക് അതിൽ പോകാം. ഫ്രാൻസിസ് താൻ കൊണ്ടുവന്ന പുസ്തകം കയ്യിലെടുത്തുകൊണ്ട് ഫാൻ ഓഫ് ചെയ്തു. ബസ്സിൽ തിരക്കില്ലാതിരുന്നതുകൊണ്ട് കൃത്യസമയത്തിന് 15 മിനിറ്റ് മുമ്പ് അദ്ദേഹത്തിന് എറണാകുളത്ത് എത്തുവാൻ കഴിഞ്ഞു. ഹോട്ടലിൽ എത്തിയപ്പോൾ സുധീർ 17-ാം നമ്പർ മുറിയിൽ പുഷ്പരാജിനെ പ്രതീക്ഷിച്ചിരിപ്പുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനു വേണ്ടിയാണ് ഞാൻ താങ്കളെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. സുധീർ തന്റെ സ്യൂട്ട് കേസിൽ നിന്നും അദ്ദേഹത്തിന്റെ ടേപ്പ് റെക്കോർഡർ വെളിയിലെടുത്തു. മിനിഞ്ഞാന്ന് 15-ാം നമ്പർ മുറിയിൽ ഒരു സ്ത്രീയും പുരുഷനും താമസിച്ചിരുന്നു. അവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഞാൻ ഈ ടേപ്പ് റെക്കോർഡർ നമ്മുടെ ബേററെ കൊണ്ട് അവരുടെ മുറിയിൽ വെപ്പിച്ചു. ഇതാ കേട്ടോളൂ. സുധീർ അതിന്റെ ബട്ടൺ വലിച്ചു. ഒരു ഹിന്ദി ഗാനത്തിന്റെ പകുതി കഴിഞ്ഞു. ആ രഹസ്യം ചോർന്നു പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഒരു പുരുഷന്റെ ശബ്ദം. എഗ്രിമെന്റ് ഫോമിൽ അവൾ ഒപ്പുവയ്ക്കുമ്പോൾ എനിക്ക് സംശയമുണ്ടായിരുന്നു. വളരെ താണ ഒരു സ്ത്രീ ശബ്ദം ടേപ്പിൽ നിന്നുയർന്നു. 10,000 രൂപ സമ്മതിച്ച് 8,000 കൊടുത്തു. 2,000-ന് എഗ്രിമെന്റ് എഴുതി. 8,000 രൂപ കൊടുത്ത് അവൾ കാറ് വാങ്ങുവാൻ ഒരുമ്പെട്ടതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അവൾ കാറ് വാങ്ങിയാൽ എന്താണ്? അതാണ് നിനക്ക് മനസ്സിലാവാത്തത്. അവൾ കാറ് വാങ്ങിയാൽ ഇൻകം ടാക്സുകാർ പിടുത്തമിടും. പണം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ എന്റെ പേര് പറയും. എന്റെ കയ്യിൽ പുറത്തു കാണിക്കാവുന്നത് 1.5 ലക്ഷമാണ്. പടത്തിന് 7 ലക്ഷം കവിയും. കഴിഞ്ഞ തവണ എടുക്കുവാൻ തീരുമാനിച്ച കഥയില്ലേ, അത് തുടങ്ങാതിരുന്നത് ഇതേ കാരണത്താലാണ്. അത് പിടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അകത്ത് കിടന്നേനെ. പല പോലീസ് അധികാരികൾക്കും നമ്മെ സംശയമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സംരംഭം 8 പേരുടെ ഷെയർ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. വളരെ സൂക്ഷിച്ച് മുന്നോട്ടു പോയില്ലെങ്കിൽ കുടുങ്ങും. അതിനിടയ്ക്കാണ് അവൾ കുഴപ്പമൊപ്പിച്ചത്. നിങ്ങൾ തെറ്റിയത് എപ്പോഴാണ്? നായിക സ്ഥാനത്ത് നിന്ന് അവളെ ഒഴിവാക്കി ഇതിൽ ഷെയർ മുടക്കുന്നതിനായി ഒരാളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അയാളുടെ മകളെ നായികയാക്കണമെന്ന് നിർബന്ധം പിടിച്ചു. പിന്നെ പുതിയൊരു പെൺകുട്ടിയല്ലേ, വയസ്സ് 17 ഉള്ളൂ. ചിലപ്പോൾ അവൾ ഒരു റെക്കോർഡ് അയക്കും. എനിക്ക് ഈ ബിസിനസ്സിൽ എന്ത് തരും? ഇപ്പോൾ 50,000. പടം വിജയിച്ചാൽ 1 ലക്ഷം. പിന്നെ നീ വിചാരിച്ചാൽ അയാളുടെ 2 ലക്ഷം ഇപ്പോൾ വഹിക്കാൻ കഴിയും. അതിലാണ് നിന്റെ കഴിവ്. ശരി. ഗ്ലാസുകളിൽ ദ്രാവകം വീഴുന്ന ശബ്ദം. പൊട്ടിച്ചിരി. സുധീർ ടേപ്പ് ഓഫ് ചെയ്തു. എന്തു പറയുന്നു? അദ്ദേഹം ചോദിച്ചു. ഇത് വളരെ പ്രാധാന്യമുള്ള വിവരങ്ങളാണ്. ഈ സ്ത്രീയും പുരുഷനും ആരാണെന്നുള്ളത് താങ്കൾക്കറിയാമോ? പുഷ്പരാജ് തിരക്കി. പുരുഷനെ പരിചയമില്ല, എങ്കിലും സുമുഖനാണ്, ആരോഗ്യമുണ്ട്, പ്രസന്നതയുള്ള മുഖഭാവം. ഇതൊക്കെയാണെങ്കിലും ആരെയും സംശയത്തോടെ മാത്രമേ വീക്ഷിക്കൂ. സ്ത്രീയെക്കുറിച്ചോ? അതിനല്ലേ താങ്കളെ അടിയന്തരമായി ക്ഷണിച്ചത്?
വരൂ, നമുക്ക് വല്ലതും കഴിക്കാം. സുധീർ ടേപ്പ് റെക്കോർഡർ സ്യൂട്ട് കേസിൽ വെച്ച ശേഷം എണീറ്റു. അവർ രണ്ടുപേരും രണ്ടാമത്തെ നിലയിലെത്തി. എന്താ, ഇന്ന് ക്യാബറയുണ്ടോ? പുഷ്പരാജ് ചോദിച്ചു. ഇന്ന് വ്യാഴാഴ്ചയല്ലേ? ഒരു പുതിയ നർത്തകി വന്നിട്ടുണ്ട്. ഒമർ ഖയ്യാമിന്റെ നാട്ടുകാരിയാണ്. പേർഷ്യൻ രക്തമാണെന്നാണ് അറിയിപ്പിൽ കണ്ടത്. സുധീർ റൂമിന്റെ വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു. അവ്യക്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ അവിടെവിടെയായി ചെറിയ നീല ബൾബുകൾ കത്തിനിന്നു. പാശ്ചാത്യ സംഗീതം ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ള 5 ചെറുപ്പക്കാർ ഒരു ലാറ്റിൻ സംഗീതം വായിച്ചുകൊണ്ടിരുന്നു. കഴുത്തുവരെ മുടി നീട്ടിയ ഗോവാക്കാർ ഗിത്താറിന്റെ മന്ത്രധ്വനി മുഴക്കി പ്രേക്ഷകരെ ബീഥോവന്റെ ലോകത്തിലേക്കുള്ള വാതിൽക്കൽ നിന്നിരുന്നു. പഴയ കാലത്തെ രാജാക്കന്മാരുടെ വേഷവിധാനത്തോടെ ബേറർമാർ മദ്യക്കുപ്പികളും ഗ്ലാസുകളും നിരത്തിയ ട്രേകളുമായി മേശകളുടെ അടുത്തുകൂടി മത്സരിച്ചോടി. തടിച്ച വയറുള്ള ഒരു വിദേശി ഒരു ചെറുപ്പക്കാരിയുമായി മദ്യം നുണഞ്ഞിറക്കി ഇടയ്ക്കിടെ പാട്ടുകാരുടെ നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ടിരുന്നു. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് പലപ്പോഴും ഈ മുറിയിൽ വന്നിരുന്നിട്ടുണ്ട്. പല കള്ളക്കടത്ത് കേസുകളും അദ്ദേഹത്തിന് ഇതേ മുറിയിൽ വെച്ച് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. വെളിച്ചം തീരെയില്ലാത്ത ചില മൂലകളിൽ ഒറ്റതിരിഞ്ഞിരിക്കുന്നവരെ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കും. അതിനുള്ളിൽ വെച്ച് പലപ്പോഴും വിദേശ വസ്തുക്കൾ കൈമാറ്റം ചെയ്ത് പണം വാങ്ങുന്ന കപ്പൽ ജോലിക്കാരെ അദ്ദേഹം കൈയോടെ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അടുത്ത കാലത്തുണ്ടായ നിയമങ്ങൾ ഡാൻസിംഗ് ഹാളിലെ കാണികളെ ഗണ്യമായി കുറച്ചിരുന്നു. ഇതാ ലോക പ്രശസ്ത ക്യാബറേ താരം ബഹുമാനിയ 5 നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ചിത്രശലഭത്തെ പോലെ പറന്നെത്തുന്നു. അനൗൺസ്മെന്റ് മുഴങ്ങി. സ്റ്റേജിലെ വിളക്കുകൾ പെട്ടെന്ന് അണഞ്ഞു. വീണ്ടും അത് തെളിഞ്ഞപ്പോൾ ഒരു കൊള്ളിമീൻ പോലെ റഹ്മാനിയ പ്രത്യക്ഷപ്പെട്ടു. സ്വർണ്ണ നിറത്തിലുള്ള തലമുടി, ക്ലിയോപാട്രയുടെ നയനങ്ങൾ, അശ്ലീല മാസികകളുടെ കവർ പേജുകളിൽ കാണാറുള്ള ഒരു ചിത്രം പോലെ അവൾ അവരുടെ മുന്നിൽ നിന്നു. വിനാഴിക നേരത്തേക്ക് നിശ്ചലമായിരുന്ന ഗിത്താറും സാക്സോഫോണും വയലിനും കോങ്കോ ഡ്രമ്മും പെട്ടെന്ന് പുതിയ ഒരു താളം നെയ്തു. ഒരു നാഗദേവതയെ പോലെ അവൾ നൃത്തം ചെയ്തു. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ നർത്തകിയെ ഉപേക്ഷിച്ച് പ്രേക്ഷകരെ ശ്രദ്ധിക്കാറുള്ള ഡിറ്റക്റ്റീവ് പുഷ്പരാജ് സ്പോട്ട്ലൈറ്റിനുള്ളിൽ ദുർബല ഹൃദയങ്ങളിൽ വികാരത്തിന്റെ വേലിയേറ്റം സൃഷ്ടിക്കുന്ന പേർഷ്യൻ ഉർവശിയിൽ നിന്നും കണ്ണെടുക്കാതിരുന്നു. ഇതിനു മുൻപ് താൻ അവളെ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ട്. ആ കണ്ണുകളും ചായം പുരട്ടിയ ആദരങ്ങളും കണ്ടുമറന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. സുധീർ, ഇവൾ പേർഷ്യൻ സുന്ദരിയല്ല. നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം പുഷ്പരാജ് മന്ത്രിച്ചു. എന്ത്? താങ്കൾ എന്താണ് ഈ പറയുന്നത്? സുധീർ അടുത്തു വന്ന് സലാം പറഞ്ഞ ബേററെ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. സർ. അയാൾ മെനു കാർഡിൽ നോക്കി നിന്നു. 2 തണുത്ത കാപ്പി പുഷ്പരാജ് ഓർഡർ ചെയ്തു. യെസ് സർ. അയാൾ നടന്നകന്നു. ഞാൻ പറഞ്ഞത് ശരിയാണ്. ഇവൾ കഴിഞ്ഞ ദിവസം എന്റെ മുറിയിൽ വന്നിരുന്നു. പേര് റീത്ത. പുഷ്പരാജ് തറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ ഇവളെ എനിക്ക് വളരെ മുൻപ് തന്നെ സംശയമുണ്ട്. ഇവളുടെ സുഹൃത്ത് വലയം വളരെ വലുതാണ്. വൻകിട കള്ളക്കടത്തുകാർ മുതൽ ഏറ്റവും താഴെയുള്ള പെട്ടിക്കടക്കാരൻ വരെ ഇവളുടെ പരിധിക്കുള്ളിലുണ്ട്. 1-2 ചലച്ചിത്രങ്ങളിൽ ഇവൾ നൃത്തം ചെയ്തിട്ടുണ്ട്. സുധീർ ബേറർ കൊണ്ടുവന്ന കാപ്പി കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. നൃത്തം കഴിയുന്നതിന് മുൻപേ നമുക്ക് പുറത്തിറങ്ങണം. ഇന്നിവൾ ആരുടെ കാറിലാണ് കയറുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. പുഷ്പരാജിന്റെ അഭിപ്രായത്തോട് സുധീർ യോജിച്ചു. അതാ അവൾ ഇറങ്ങി വരുന്നുണ്ട്. ഒരുപക്ഷെ താങ്കളെ മനസ്സിലാക്കിയെന്നു വരും. നമുക്ക് പുറത്തുപോയി നിൽക്കാം. സുധീർ എണീറ്റു. പുഷ്പരാജ് സുധീറിനെ അനുഗമിച്ചു. അവർ കൗണ്ടറും കടന്ന് ഗേറ്റിനടുത്തെത്തി. ആ കിടക്കുന്ന ടാക്സിയിൽ നമുക്കിരിക്കാം. പുഷ്പരാജ് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിനടുത്ത് ചെന്ന് ഡോർ തുറന്നു. എന്താണ് നമ്മുടെ പരിപാടി? സുധീർ ചോദിച്ചു. പറയാം. ഇപ്പോൾ മണി 10:30. പുഷ്പരാജ് ഒരു സിഗരറ്റ് എടുത്ത് തീ കൊളുത്തി. അവളുടെ വരവും പ്രതീക്ഷിച്ചിരുന്നു. താങ്കൾ ഒരു കാര്യം ചെയ്യൂ. വീണ്ടും ഹാളിൽ കടന്നിരിക്കണം. അവൾ ആരെങ്കിലുമായി കൂടുതൽ സമയം സംസാരിക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. പുഷ്പരാജ് സുധീറിനോട് പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇളം നീല നിറമുള്ള ഒരു സാരിയും ധരിച്ച് അവൾ ഇറങ്ങി വന്നു. അവൾ റോഡിൽ കിടന്നിരുന്ന ഒരു ഫിയറ്റ് കാറിന്റെ ഡോർ തുറന്ന് പിൻസീറ്റിൽ കയറിയിരുന്നു. ഗേറ്റും കടന്ന് കിഴക്കോട്ട് നീങ്ങിയ കാർ ഒരു പെട്രോൾ ബങ്കിനടുത്തായി നിന്നു. പുഷ്പരാജിന്റെ നിർദ്ദേശപ്രകാരം ഡ്രൈവർ കാർ അതിന്റെ പിന്നിൽ കൊണ്ടുചെന്ന് നിർത്തി. 5 ലിറ്റർ പെട്രോൾ അടിച്ചുകൊള്ളൂ. പുഷ്പരാജ് 100 രൂപ നോട്ട് ഡ്രൈവറുടെ കൈവശം കൊടുത്തു. ആ കാറിനെ നമുക്ക് പിന്തുടരണം, അദ്ദേഹം ആവശ്യപ്പെട്ടു. ഫിയറ്റ് കാറിന്റെ പിന്നാലെ 50 വാര അകലെയായി കാർ പോയിക്കൊണ്ടിരുന്നു. ഒരു 2 നില ഹോട്ടലിന് മുന്നിൽ കാർ നിർത്തി. കാർ മുന്നോട്ട് വിട്ടോളൂ, പുഷ്പരാജ് ഡ്രൈവറോട് പറഞ്ഞു. 100 മീറ്റർ പിന്നിട്ട ശേഷം അദ്ദേഹം ടാക്സി നിർത്തുവാൻ ആവശ്യപ്പെട്ടു. ഡ്രൈവർക്ക് വാടക നൽകിയ ശേഷം അദ്ദേഹം തിരികെ നടന്ന് ഹോട്ടലിലെത്തി. ഫിയറ്റ് കാർ ഹോട്ടലിന്റെ ഗ്യാരേജിൽ ഇട്ടിരുന്നു. ഈ കാറിൽ വന്നവർ ഇവിടെ മുറിയെടുത്തിട്ടുണ്ടോ? പുഷ്പരാജ് കൗണ്ടറിൽ നിന്ന് ആളോട് ചോദിച്ചു. ഓ സർ, ഇന്നലെ ബുക്ക് ചെയ്തതാണ്. അയാൾ ആരാണെന്നറിയാമോ? കൗണ്ടറിൽ നിന്ന ആൾ സംശയദൃഷ്ടിയോടെ പുഷ്പരാജിനെ നോക്കി. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. നിങ്ങളുടെ ഹോട്ടലിന് ഒരു ചീത്തപ്പേര് വരാതിരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുഷ്പരാജ് അയാളെ മെരുക്കുവാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ഒരു ഫിലിം പ്രൊഡ്യൂസറാണ് സർ.
ഇവിടെ സാധാരണ തങ്ങാറുണ്ട്. ആ സ്ത്രീ ആദ്യമായി ഇവിടെ വരികയാണ്. അയാൾ ഭീതി കലർന്ന സ്വരത്തിൽ പറഞ്ഞു. ഇതിനു മുൻപ് സ്ത്രീകളുമായി അയാൾ ഇവിടെ വന്നിട്ടുണ്ടോ? പുഷ്പരാജ് അടുത്ത പടിയിലേക്ക് കടന്നു. പലപ്പോഴും വരാറുണ്ട് സർ. ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീ ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ടോ? സൂക്ഷിച്ചു നോക്കിയ ശേഷം പറഞ്ഞാൽ മതി. പുഷ്പരാജ് ലെവൽ ക്രോസിൽ വെച്ച് മരണമടഞ്ഞ യുവതിയുടെ പോസ്റ്റ് കാർഡ് വലുപ്പത്തിലുള്ള ഒരു തെളിഞ്ഞ ചിത്രം അയാളുടെ മുന്നിൽ വെച്ചു. ഉവ്വ് സാർ, ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പോയ സാറുമായി ഇവിടെ വന്നിട്ടില്ല. അയാൾ ഫോട്ടോ കയ്യിലെടുത്ത് സൂക്ഷിച്ചു നോക്കിയ ശേഷം പറഞ്ഞു. തീർച്ചയാണോ? അതെ. ഇതിനു മുൻപ് അവസാനമായി വന്നത് എന്നാണ്? ഒരാഴ്ച കഴിഞ്ഞു സാർ. ആരുടെ കൂടെ വന്നുവെന്ന് കൃത്യമായി പറയുവാൻ കഴിയുമോ? പ്രയാസമാണ് സാർ. ബുക്കിൽ നോക്കിയാലും കണ്ടുപിടിക്കുവാൻ ബുദ്ധിമുട്ടാണ്. ഈ സ്ത്രീയുടെ കൂടെ ഒരാൾ മാത്രമാണോ ഉണ്ടായിരുന്നത്? പുഷ്പരാജ് ഫോട്ടോ തിരികെ എടുത്തുകൊണ്ട് ചോദിച്ചു. ഇപ്പോൾ വന്ന പ്രൊഡ്യൂസറുടെ വിലാസം ഒന്ന് തരുമോ? പുഷ്പരാജ് ചോദിച്ചു. അയാൾ ബുക്ക് തുറന്ന് 2-3 പേജുകൾ മറിച്ചു. ഇതാണ് സാർ. അയാൾ ചൂണ്ടിക്കാണിച്ചു. ആ പേരും വിലാസവും ഹൃദ്യസ്ഥമാക്കിയ ശേഷം അദ്ദേഹം ബുക്ക് മടക്കി വെച്ചു. ഈ വിവരം ആരോടും പറയരുത്. ഒരു താക്കീതിന്റെ സ്വരത്തിൽ പറഞ്ഞ ശേഷം അദ്ദേഹം പുറത്തേക്കിറങ്ങി. കാറിന്റെ നമ്പർ ഒന്നുകൂടി നോക്കി ഹൃദ്യസ്ഥമാക്കി പുഷ്പരാജ് റോഡിലെത്തി. സുധീറിനെ കാണുവാനായി അദ്ദേഹം ഹോട്ടലിലെത്തിയപ്പോൾ മണി 12 കഴിഞ്ഞിരുന്നു. സുധീർ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തുണ്ട് വിശേഷം? വന്നയുടനെ സുധീർ തിരക്കി. അവൾ ഒരു ഫിലിം പ്രൊഡ്യൂസറുമായിട്ടാണ് ഇന്ന് കൂടിയിരിക്കുന്നത്. ഇതാണ് അയാളുടെ വിലാസം. പുഷ്പരാജ് ഒരു തുണ്ട് കടലാസിൽ എഴുതി സുധീറിന് നൽകി. അഡ്രസ് വായിച്ചു നോക്കിയ ശേഷം സുധീർ തന്റെ ഡയറി കയ്യിലെടുത്ത് പേജുകൾ മറിച്ചു. ഇവൻ ഇന്നുവരെ ഒരു പടവും പിടിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു പടം പിടിക്കുവാൻ പ്ലാൻ ഉള്ളതായി ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷെ കയ്യിൽ നിയമപ്രകാരം മൂലധനമില്ലാതെ ഇവൻ എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങും? അതിനുവേണ്ടി ഇപ്പോൾ 1-2 ഷെയറുകാരെ അന്വേഷിച്ച് നടക്കുകയാണ്. ഒരു പടം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ പുതുതായി സിനിമാ രംഗത്തിറങ്ങുന്നവരിൽ ഒരു വിഭാഗമെങ്കിലും കള്ളപ്പണക്കാരായിരിക്കും. ഇവരിൽ കള്ളനോട്ടുകാരുമുണ്ട്. അടുത്ത കാലത്ത് കള്ളക്കടത്ത് കേസിൽ പിടിച്ച പലർക്കും സിനിമാ രംഗവുമായി ബന്ധമുണ്ടായിരുന്നതായി നാം മനസ്സിലാക്കിയിട്ടില്ലേ? അതുകൊണ്ട് ഒരു നോട്ടം ഇവനിൽ വെക്കുന്നത് നല്ലതാണ്. കൂടാതെ പ്രീതയുമായുള്ള ബന്ധം അതിന് കൂടുതൽ തെളിവ് നൽകുന്നുമുണ്ട്. പുഷ്പരാജ് പോക്കറ്റിൽ നിന്നും മരണമടഞ്ഞ കുസുമത്തിന്റെ ഫോട്ടോ എടുത്ത് അതിൽ തന്നെ കണ്ണു നട്ടുകൊണ്ടിരുന്നു. അപ്പോൾ മിസ്റ്റർ പുഷ്പരാജ്, ഞാനൊരു കാര്യം പറയുവാൻ വിട്ടു. ഞാനിപ്പോൾ അടിയന്തരമായി ഒരു സ്ഥലം വരെ പോകും. ഞാൻ വന്നു ചേർന്നിട്ടേ താങ്കൾ സ്ഥലം വിടാവൂ. ഇന്ന് ഒരു മർച്ചന്റ് ഷിപ്പ് തുറമുഖത്ത് നിന്ന് വെളിയിൽ അടുക്കുമെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സുധീർ ഒരു കറുത്ത പാന്റും കറുത്ത ഷർട്ടും ധരിച്ചു പുറത്തിറങ്ങി. പുഷ്പരാജ് തനിച്ചായി. കഴിഞ്ഞ കുറെ രാത്രികളിലെ നിദ്രകൾ അദ്ദേഹം അന്ന് ഒന്നിച്ചെടുക്കുവാൻ തീരുമാനിച്ചു കിടന്നു. രാവിലെ ഹോട്ടൽ ബോയ് ബെഡ് കോഫിയുമായി വന്ന് വിളിച്ചപ്പോഴാണ് അദ്ദേഹം ഉണർന്നത്. പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം അദ്ദേഹം തന്റെ ഒരു സുഹൃത്തായ ഡോക്ടർ വിശ്വനാഥിനെ കാണുവാൻ പോയി. പലപ്പോഴും അദ്ദേഹം ഡോക്ടർ വിശ്വനാഥിനെ സന്ധിച്ചിരുന്നു. താൻ ഏർപ്പെട്ടിരുന്ന വേറൊരു കേസുമായി അദ്ദേഹവുമായി ചർച്ച നടത്തുവാൻ അന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഹലോ മിസ്റ്റർ പുഷ്പരാജ്, ഞാൻ താങ്കളെക്കുറിച്ച് ചിന്തിച്ചതേയുള്ളൂ, ഡോക്ടർ മുഖവരിയായി പറഞ്ഞു. എന്താണ് കാര്യം? അദ്ദേഹം ചോദിച്ചു. 1-2 ദിവസമായി പത്രത്തിൽ കാണുന്ന വാർത്തകളാണ് കാരണം. താങ്കൾ അതിൽ ഇടപെട്ട് കാണും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് അന്വേഷണങ്ങളുടെ പോക്ക്? അന്വേഷണം പുരോഗമിക്കുന്നു. അത് സംബന്ധിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. മിക്കവാറും 1-2 ദിവസങ്ങൾ ഇവിടെ ഉണ്ടാവും. ഡോക്ടറുടെ മേശപ്പുറത്തിരുന്ന ടേപ്പ് റെക്കോർഡർ ശ്രദ്ധിച്ചുകൊണ്ട് പുഷ്പരാജ് പറഞ്ഞു. അന്ന് പകൽ അദ്ദേഹം ഡോക്ടറുമായി കഴിച്ചുകൂട്ടി. സന്ധ്യയായപ്പോൾ താമസ സ്ഥലത്തേക്ക് പോയി. സുധീർ മുറിയിലുണ്ടായിരുന്നു. കപ്പൽ കസ്റ്റഡിയിലെടുത്തതായി സുധീർ അറിയിച്ചു. രാത്രി 9 മണിക്ക് അദ്ദേഹം ബോംബെയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ് സുധീർ യാത്രയായി. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് വീണ്ടും തനിച്ചായി. ഹോട്ടലിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അന്ന് രാത്രിയിലും പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് അദ്ദേഹം കിടക്കയിൽ വീണു. ടേബിൾ ലാമ്പ് കട്ടിലിന് പിന്നിൽ സജ്ജീകരിച്ച ശേഷം അദ്ദേഹം ഒരു ക്രൈം നോവലിന്റെ പേജുകൾ മറിച്ചുകൊണ്ടിരുന്നു. ആ രാത്രി ഭയാനകമായിരുന്നു. തെരുവ് വിളക്കുകൾ ഒരു പൊട്ടിത്തെറിക്ക് തുല്യമായ മിന്നലിന്റെ ആഘാതമേറ്റ് വിറങ്ങലിച്ചു പോയി. ജനവാസമുള്ള അവസാനത്തെ മരക്കുടിലും കഴിഞ്ഞ് വിജനമായ പാതയിൽ കൂടി അദ്ദേഹത്തിന്റെ സ്പോർട്സ് കാർ പാഞ്ഞുകൊണ്ടേയിരുന്നു. ഇരുവരും ഉയരം കുറഞ്ഞ മുൾച്ചെടികൾ കിഴക്കേ ചക്രവാളത്തിൽ ഉഗ്രസർപ്പങ്ങളെ പോലെ ഇടയ്ക്കൊന്ന് ഫണം വിടർത്തി ആടും. ഒറ്റ വാഹനം പോലും അരമണിക്കൂറോളമായി അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടില്ല. കണ്ണെത്തുന്ന അകലത്തെങ്ങും പ്രകാശത്തിന്റെ കണിക പോലുമില്ല. ഇനി 40 മൈലുകൾ കൂടി പിന്നിടണം. മാർക്സിൻ മന്ത്രിച്ചു. ഒരു വളവ് കഴിഞ്ഞു. സിൽവർ ഓക്ക് വൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു മതിൽക്കെട്ട് അടുത്തടുത്തു വന്നു. അറിയാതെ അദ്ദേഹം ബ്രേക്ക് ചവിട്ടി. പുഷ്പരാജ് അടഞ്ഞു തുടങ്ങിയ കൺപോളകൾ വീണ്ടും തുറന്ന് പേജ് മറിച്ചു. ഡിറ്റക്റ്റീവ് മാർക്സിനെ കുറിച്ചുള്ള കഥകൾ അദ്ദേഹം ധാരാളം വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇടപെട്ടിട്ടുള്ള കേസുകൾ നിരവധിയാണ്. പ്രേതങ്ങൾ വരെ അദ്ദേഹത്തിന്റെ മുന്നിൽ പരാജയം സമ്മതിച്ച് പിൻവാങ്ങിയിട്ടുണ്ട്. പുഷ്പരാജ് അടുത്ത പേജ് കൂടി വായിച്ചു. ആൾപ്പാർപ്പില്ലാതെ വർഷങ്ങളോളമായി അടഞ്ഞുകിടക്കുന്ന ആ മതിൽക്കെട്ടിലെ ഗേറ്റിനുള്ളിൽ
ഒരു കൊട്ടാരം പോലെ ഉയർന്നു നിൽക്കുന്ന കെട്ടിടത്തിനുള്ളിൽ ഒരു ചെറിയ പ്രകാശം അദ്ദേഹം കണ്ടു. അവസാനത്തെ അവകാശി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്തരിച്ചുപോയ ആ ബംഗ്ലാവിൽ ആരാണ് വിളക്ക് കത്തിച്ചത്? മാർക്സിൻ കാറിന്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. പോക്കറ്റിൽ നിന്നും റബ്ബർ ഉറയെടുത്ത് ഇടത് കൈയിലിട്ടുകൊണ്ട് അദ്ദേഹം ഗേറ്റ് തള്ളി. ഒരു ഞെരക്കത്തോടെ അത് തുറന്നു. മാർക്സിൻ അകത്ത് കയറി. യക്ഷിയമ്പലം പോലെ ഇരുട്ടിൽ ആണ്ടുകിടക്കുന്ന ആ ബംഗ്ലാവിലേക്ക് അദ്ദേഹം നടന്നു ചെന്നു. അന്തരീക്ഷത്തെ ആക്രമിച്ച് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വൃക്ഷം കെട്ടിടത്തെ ആലിംഗനത്തിൽ അമർത്തിയിരിക്കുന്നു. മാർക്സിൻ വെളിച്ചം പുറപ്പെട്ട ഭാഗത്തേക്ക് തല ഉയർത്തി. അത്ഭുതം! എല്ലാം അന്ധകാരമയം. താൻ കണ്ടത് യാഥാർത്ഥ്യമാണോ? അദ്ദേഹം തന്നോട് തന്നെ ചോദിച്ചു. പെട്ടെന്ന് ഒരു കാറ്റ് വൃക്ഷക്കൊമ്പുകളെ ആഞ്ഞു കുലുക്കി കടന്നുപോയി. ഉണങ്ങിയ ഇലകൾ പൊഴിഞ്ഞു വീണ് ശബ്ദമുണ്ടാക്കി. വീണ്ടും കനത്ത നിശബ്ദത. ദേവാലയങ്ങളുടെ മാതൃകയിലുള്ള വലിയ വാതിൽ അദ്ദേഹം പരിശോധിച്ചു. ഇതിനു മുമ്പ് ഒരിക്കലും കയറി നോക്കാത്ത ആ കെട്ടിടത്തിനുള്ളിൽ എങ്ങനെ കയറി നോക്കും? പക്ഷെ താൻ കണ്ട പ്രകാശബിന്ദു അപ്പോഴും ഒരു സംശയരൂപത്തിൽ അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിൽ കരണ്ടുകൊണ്ടിരുന്നു. ഒരു തീരുമാനത്തിലെത്തി അദ്ദേഹം വാതിൽപ്പാളിയിൽ ഇടത് കൈയമർത്തി. ആരോ ഉള്ളിൽ നിന്നും വലിച്ചതുപോലെ അത് മലർക്കെ തുറന്നു. വളരെ കാലമായി നിശ്ചലമായിരുന്ന വിജാഗിരി ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ അതൊരു മുഴക്കമായി കെട്ടിടത്തിൽ പ്രതിധ്വനിച്ചു. ഡിറ്റക്റ്റീവ് മാർക്സിൻ അകത്ത് കയറി. വാതിലടഞ്ഞു. പുഷ്പരാജ് അറിയാതെ ഉച്ചരിച്ചുപോയി. നിദ്ര പരാജയപ്പെട്ട് പിന്മാറിയതോടെ അദ്ദേഹം വീണ്ടും വായന തുടർന്നു. ഡിറ്റക്റ്റീവ് മാർക്സിൻ പിന്തിരിഞ്ഞു നോക്കി. ആരെയും കണ്ടില്ല. വാതിൽപ്പാളി അകത്തുനിന്നും വലിച്ചു തുറന്ന് ബോധ്യപ്പെട്ട ശേഷം അദ്ദേഹം ആ സ്വീകരണമുറി മുഴുവൻ ലൈറ്റ് തെളിച്ച് പരിശോധിച്ചു. പഴയ മാതൃകയിലുള്ള സോഫകളും മച്ചിൽ തൂങ്ങിക്കിടക്കുന്ന വിളക്കും പൊടിയും മാറാലയും പിടിച്ചു കിടന്നിരുന്നു. തറയിൽ കാൽപ്പാടുകൾ പോലും അവശേഷിച്ചിട്ടില്ല. മുകളിലേക്കുള്ള ഗോവണിയിൽ ചിലന്തികൾ വല കെട്ടിയിരുന്നു. ടോർച്ചിൽ നിന്നും പുറപ്പെട്ട പ്രകാശം വികൃതമായ നിഴലുകൾ ചുവരിൽ വരച്ചു. മുറിയിൽ ചൂട് പകരുവാൻ പണിതിരിക്കുന്ന ചിമ്മിനിക്കരികെ കിടന്നിരുന്ന തുരുമ്പിച്ച ഇരുമ്പോടി അദ്ദേഹം എടുത്തു. അത് രണ്ടായി ഒടിഞ്ഞു. കയ്യിൽ കിട്ടിയ തുണ്ടുകൊണ്ട് അദ്ദേഹം വല നീക്കം ചെയ്തു. കമ്പി ചാരിവെച്ച ശേഷം മാർക്സിൻ പോക്കറ്റിൽ നിന്നും റിവോൾവർ കയ്യിലെടുത്തു. കാതോർത്തു നിന്നു. യാതൊരു അനക്കവുമില്ല. മാർക്സിൻ മുകളിലേക്ക് കയറുവാൻ തന്നെ തീരുമാനിച്ചു. 2 പടികൾ കയറി. പിന്നിലേക്ക് ലൈറ്റ് തെളിച്ചു. വാതിൽ അപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുന്നു. വെളിച്ചത്തിന്റെ കാരണം കണ്ടുപിടിച്ചേ അടങ്ങുകയുള്ളൂ എന്നുള്ള തീരുമാനത്തോടെ അദ്ദേഹം അടുത്ത കാലടിയും എടുത്തുവെച്ചു. ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം. ഗോവണി കയറി ചെല്ലുന്ന ഭാഗത്ത് ചുവരിൽ പിടിച്ചിരുന്ന ഒരു വലിയ ക്യാൻവാസ് ചിത്രം ആരോ അടർത്തിയിട്ടതുപോലെ നിലം പതിച്ചു. അറിയാതെ ഞെട്ടിയെങ്കിലും അദ്ദേഹം ധൈര്യം അവലംബിച്ച് ആ ചിത്രം നിവർത്തി പരിശോധിച്ചു. പാദം വരെയുള്ള ചുരുക്കുകളുള്ള ഒരു കുപ്പായം ധരിച്ച ഒരു പ്രഭുകുമാരിയുടെ ചിത്രമായിരുന്നു അത്. കഴുത്തിൽ കിടന്നിരുന്ന ചുവന്ന പവിഴമാല ചിത്രകാരന്റെ കരവിരുതുകൊണ്ട് അപ്പോഴും അടർത്തിയെടുക്കാവുന്നതുപോലെ എഴുന്നു നിന്നിരുന്നു. ഇന്നുവരെ യാതൊരു സ്ഥാനഭ്രംശവും സംഭവിക്കാതെ ചുവരിൽ പിടിച്ചിരുന്ന ആ ചിത്രം എപ്രകാരം തറയിൽ വീണുവെന്ന് അദ്ദേഹം ഒരു നിമിഷം ചിന്തിച്ചു. വെറും യാദൃച്ഛികം. മാർക്സിൻ പെറുപെറുത്തു. ആ കെട്ടിടത്തെക്കുറിച്ച് ഇതിനു മുൻപും മാർക്സിൻ കേട്ടിരുന്നു. ആൾപ്പാർപ്പില്ലാതെ കിടന്ന ആ ബംഗ്ലാവിൽ താമസിക്കുവാൻ ആരും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. അടുത്ത കാലത്ത് ഒരു സിനിമാ നടി അത് വിലയ്ക്ക് വാങ്ങുകയുണ്ടായി. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് അവർ അത് ഉപേക്ഷിച്ചു കളഞ്ഞു. അത് 5 വർഷം മുമ്പാണ്. അവിടെ പ്രേതങ്ങളുണ്ടത്രേ. മാർക്സിൻ മുകളിലെത്തി. വലതുവശത്തോട്ടുള്ള വാതിൽ തുറന്നു കിടന്നിരുന്നു. മാർക്സിൻ തുറന്നു കിടന്ന വാതിലിലൂടെ ടോർച്ച് ഉള്ളിലേക്ക് തെളിച്ചു. ചിത്രത്തിൽ കണ്ട സ്ത്രീരൂപം മുന്നിൽ നിൽക്കുന്നു. സ്വപ്നമാണോ എന്നറിയുവാൻ അദ്ദേഹം നാക്ക് പല്ലിനടിയിൽ അമർത്തി. വേദനിക്കുന്നുണ്ട്. സ്വപ്നമല്ല. അവൾ അദ്ദേഹത്തിന്റെ നേർക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുന്നു. മണി 1 ആയിരിക്കുന്നു. ആ ബംഗ്ലാവിന്റെ ഏതോ കോണിൽ നിന്ന് നാഴികമണി ശബ്ദിച്ചു. മണി 1. ഏതോ ഫാക്ടറിയിൽ ഒരു ഷിഫ്റ്റ് അവസാനിച്ച സൈറൺ മുഴങ്ങിയതുപോലെ. അദ്ദേഹം വാച്ചെടുത്തു നോക്കി. മണി 1. പെട്ടെന്ന് ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം പുഷ്പരാജ് കേട്ടു. വായിച്ചുകൊണ്ടിരുന്ന കുറ്റാന്വേഷണ കഥയുടെ താൾ അടയാളം വെച്ച് മടക്കിയ ശേഷം അദ്ദേഹം 2 നിമിഷം കിടക്കയിൽ തന്നെ ഇരുന്നു. മർമ്മപ്രധാനമായ ഒരു ഭാഗത്തെത്തിയപ്പോഴാണ് വാതിലിൽ ആരോ തട്ടിയത്. മണി 1 കഴിഞ്ഞ് 2 മിനിറ്റ്. വീണ്ടും വാതിലിൽ മുട്ടുന്ന ശബ്ദം. പുഷ്പരാജ് എണീറ്റ് വാതിൽ തുറന്ന് ഇടത്തോട്ട് മാറി നിന്നു. അകത്തേക്ക് വരാമോ? അപരിചിതമായ ഒരു സ്ത്രീ ശബ്ദം. പുഷ്പരാജ് അവളെ സൂക്ഷിച്ചു നോക്കി. കൺപോളകൾ ചിമ്മിയടച്ച് വീണ്ടും നോക്കി. അതെ, അവൾ തന്നെ. അദ്ദേഹത്തിന്റെ അന്തരംഗം പിറുപിറുത്തു. സമനില കൈവരുത്തിയ ശേഷം അവളോട് കടന്നു വരുവാൻ അദ്ദേഹം പറഞ്ഞു. കാൽത്തളയുടെ കിലുകിലു ശബ്ദത്തോടെ അവൾ മുറിക്കുള്ളിൽ കടന്നു. കിടക്കമുറിയുടെ മങ്ങിയ വെളിച്ചത്തിൽ അദ്ദേഹം അല്പസമയം സംസാരിക്കാനാവാതെ നിന്നുപോയി. കുസുമം? അദ്ദേഹത്തിന്റെ നാവ് അറിയാതെ ചലിച്ചു. റെയിൽ പാളത്തിന് സമീപത്തു നിന്നും കുഴിച്ചെടുത്ത മൃതശരീരം
ജീവൻ പൂണ്ട് തന്റെ കണ്ണുകൾക്ക് മുൻപിൽ ഒരു കടങ്കഥ പോലെ നിൽക്കുന്നു. ഡിറ്റക്റ്റീവ് മാർക്സിൻ വിജനമായ ആ കൊട്ടാരത്തിന്റെ പടിക്കെട്ടിൽ കയറിയെത്തിയപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് വരച്ച ക്യാൻവാസ് ചിത്രത്തിലെ പ്രഭുകുമാരി മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് മിനിറ്റുകൾക്ക് മുമ്പ് വായിച്ചതേയുള്ളൂ. ഇതാ അതേ സംഭവം ഇവിടെ ആവർത്തിച്ചിരിക്കുന്നു. അറ്റുകിടന്നിരുന്ന കൈകളും കാലും തുന്നിപ്പിടിപ്പിച്ച ശേഷം പോസ്റ്റ്മോർട്ടം ടേബിളിൽ നഗ്നമായി കിടക്കുന്ന ആ വിറങ്ങലിച്ച ശരീരം മറക്കുവാൻ അദ്ദേഹം ആവുന്നത്ര ശ്രമിച്ചതാണ്. അപ്പോഴും കൂടുതൽ കൂടുതൽ തെളിമയോടെ അത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇതാ ആ രൂപം സംസാരിക്കുന്ന ഒരു ജീവനുള്ള സ്ത്രീയായി അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ തന്റെ മുറിയിൽ കടന്നു വന്നിരിക്കുന്നു. അതുവരെ ഉണ്ടാവാത്ത ഒരു മാനസിക വികാരത്തിന് അധീനനായി അദ്ദേഹം നിശ്ചലനായി നിന്നുപോയി. പ്രേതമുണ്ടോ? അവൾ ഒരു കറുത്ത സാരിയും കറുത്ത ബ്ലൗസും ധരിച്ചിരുന്നു. യാതൊരു ആഭരണങ്ങളും അവൾക്കില്ലായിരുന്നു. കറുത്തു ചുരുണ്ട തലമുടി അഴിഞ്ഞ് പിന്നോട്ട് ഇരുൾ കട്ട പിടിച്ചതുപോലെ കിടന്നിരുന്നു. പ്രകാശം കുറഞ്ഞ ബെഡ്റൂം വിളക്കിന്റെ പ്രകാശത്തിൽ അവ്യക്തമായ അവളുടെ സൗന്ദര്യം പ്രേതങ്ങളെ ആധാരമാക്കിയുള്ള ഒരു ചലച്ചിത്രത്തിലെ രംഗം പോലെ അദ്ദേഹത്തിന് തോന്നി. ലൈറ്റ് ഇടുവാൻ പോലും പുഷ്പരാജിന്റെ കരം ഉയർന്നില്ല. എന്നെ മനസ്സിലായോ? പ്രേതം സംസാരിക്കുന്നു. മനുഷ്യൻ ശാസ്ത്രീയമായി എത്ര വളർന്നാലും അവന്റെ അവബോധ മനസ്സിൽ ബാല്യത്തിൽ ശ്രവിച്ചിട്ടുള്ള മുത്തശ്ശിക്കഥകളും യക്ഷിക്കഥകളും ഇന്നും അന്ധവിശ്വാസത്തിന് ആക്കം കൂട്ടി നിൽക്കുന്നുണ്ട്. ആൾ താമസമില്ലാത്ത ഒരു ഭവനം, വിശാലമായ ദേവാലയങ്ങളുടെ ഉൾവശം, വിസ്തൃതവും വിജനവുമായ മൈതാനം, ഇതൊക്കെ രാത്രിയുടെ ചില യാമങ്ങളിൽ അവന്റെ ഉള്ളിൽ പണ്ട് കേട്ടു ഉറപ്പിച്ചിട്ടുള്ള സാങ്കല്പിക കഥകൾക്ക് ജീവൻ നൽകുവാൻ പര്യാപ്തമായി തീരാറുണ്ട്. ഇന്നും അഭ്യസ്ത വിദ്യർ യക്ഷി ഗന്ധർവ കോവിലുകളുടെ മുന്നിൽ തൊഴുതു നിൽക്കാറുണ്ട്. ഡിറ്റക്റ്റീവ് പുഷ്പരാജിനെ സംബന്ധിച്ചിടത്തോളം ആ അവസരത്തിലെ ചില വിനാഴികകൾ അദ്ദേഹത്തെ നിശ്ചലമാക്കി കളഞ്ഞു. മരണമടഞ്ഞെന്ന് പൂർണ്ണ ബോധ്യമുള്ള ഒരു യുവതി തൊട്ടടുത്ത് നിന്ന് സംസാരിക്കുന്നു. മനസ്സിലായി. പുഷ്പരാജ് നാവുകൊണ്ട് അധരം തുടച്ചു പറഞ്ഞു. ഞാൻ വളരെ ദൂരം സഞ്ചരിച്ചാണ് ഇവിടെ വന്നത്. താങ്കൾ അന്ന് റെയിൽപാളത്തിൽ നിൽക്കുമ്പോൾ ഞാൻ അതിനടുത്തുള്ള മാവിൻ ചുവട്ടിൽ നിന്ന് കണ്ടിരുന്നു. പോസ്റ്റ്മോർട്ടം മുറിയിൽ താങ്കൾ തനിച്ചു നിന്നപ്പോൾ ഞാൻ ആ ജനാലയുടെ പുറത്തുണ്ടായിരുന്നു. അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അടുത്ത മുറിയിലെങ്ങും യാതൊരു അനക്കവുമില്ലായിരുന്നു. ഹോട്ടൽ ജോലിക്കാർ വരെ ഉറങ്ങിയിരുന്നു. വാഹനഗതാഗതം പൊതുവെ നിലച്ചിരുന്നതുകൊണ്ട് റോഡിലും യാതൊരു ശബ്ദവും കേൾക്കാനില്ലായിരുന്നു. ജനാലയിൽ കൂടി പടിഞ്ഞാറ് നങ്കൂരമിട്ട് കിടന്നിരുന്ന കപ്പലുകളുടെ കിളിവാതിലിൽ കൂടി പ്രകാശം ഒഴുകിയിറങ്ങി ഓളങ്ങൾ ഉതിരുന്ന കായൽ ജലത്തിൽ അലിഞ്ഞു ചേരുന്നത് അദ്ദേഹത്തിന് കാണാമായിരുന്നു. കൊള്ളിമീൻ പോലെ സ്റ്റീം ബോട്ടുകൾ പാഞ്ഞുകൊണ്ടിരുന്നു. ഒരു മഴയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ആകാശത്ത് ആരംഭിച്ചു. ഇടിമിന്നലുകൾ ഉരുവായി. പെട്ടെന്ന് വൈദ്യുതി തകരാറിലായി. പുഷ്പരാജ് അറിയാതെ ഒന്ന് നടുങ്ങി. എങ്കിലും വലത് കൈയിൽ അമർത്തിപ്പിടിച്ചിരുന്ന സിഗാർ ലൈറ്റർ അദ്ദേഹം തെളിയിച്ചു. ഞാൻ ഇവിടെ തന്നെയുണ്ട്. അവളുടെ സ്വരം പിന്നിൽ കേട്ടു. പുഷ്പരാജ് പിന്തിരിഞ്ഞു. ഒരു മെഴുകുതിരി കരുതാത്തതിൽ അദ്ദേഹത്തിന് കുണ്ഠിതം തോന്നി. എന്തിനാണിവിടെ വന്നത്? പുഷ്പരാജ് പിന്നോട്ട് നീങ്ങി തലേണയ്ക്കടിയിൽ നിന്നും ടോർച്ച് കയ്യിലെടുത്തു. ഞാൻ വന്നത് എന്റെ കഥ പറയുവാനാണ്. ഇതിനു മുൻപും എന്നെ പോലുള്ള ഹതഭാഗ്യർ കുറ്റം തെളിയിക്കുവാൻ സഹായിച്ചിട്ടുണ്ട്. എന്നെ കൊന്നത് ആരാണെന്നത് ധരിപ്പിക്കുവാനുള്ള കടമ എനിക്കുണ്ട്. അത് താങ്കൾക്ക് കുറ്റവാളികളെ കണ്ടുപിടിക്കുവാനുള്ള വഴി തെളിക്കും. അവൾ അതേ നിൽപ്പിൽ ഇമ വെട്ടാതെ പറഞ്ഞു തുടങ്ങി. പുഷ്പരാജ് നിശബ്ദനായി നിന്നു. ഞാൻ തിരുവനന്തപുരത്തു നിന്നും ഒരു കാറിൽ കയറി കോട്ടയത്ത് എത്തുകയായിരുന്നു എന്റെ ലക്ഷ്യം. പിറ്റേ ദിവസം ഒരു നാടകമുണ്ടായിരുന്നു. ഞാൻ ആദ്യം ആ നാടക കമ്പനിയിലായിരുന്നു. എന്റെ വിജയത്തിന്റെ കാരണവും ആ കമ്പനിയായിരുന്നു. ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പിറ്റേ ദിവസം ആരംഭിക്കുവാനുള്ളതാണ്. ഞാൻ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഡ്രൈവറെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. അയാൾ ആരായിരുന്നു? പുഷ്പരാജ് ഇടയ്ക്ക് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരട്ടെ. അയാൾ വിശ്വസ്തനാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഞാൻ മുൻസീറ്റിലാണ് ഇരുന്നത്. ഞാൻ കൊട്ടാരക്കര കഴിഞ്ഞു കാണും. ഞാനൊന്ന് മയങ്ങി എന്നാണ് ഓർമ്മ. പെട്ടെന്ന് ഒരു തുണി എന്റെ കഴുത്തിൽ വീണു. അതെന്റെ കഴുത്തിൽ മുറുക്കിക്കൊണ്ടിരുന്നു. ഹരിദാസിന് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഒരു കൈത്തോക്ക് ഹരിദാസിന്റെ കഴുത്തിന് പിന്നിൽ പതിഞ്ഞിരിക്കുന്നത് ഞാൻ ഒരു നോക്ക് കണ്ടു. അതിനാൽ അദ്ദേഹം നിസ്സഹായനായി കാർ ഓടിച്ചു. പിന്നിൽ 2 പേരുണ്ടായിരുന്നു. അവരെന്നെ കഴുത്ത് ഞെരിച്ചു കൊന്നു. അതിനുശേഷം എന്റെ ശരീരം റെയിൽ പാളത്തിൽ കൊണ്ടിട്ടു. ഒരു ഗുഡ്സ് ട്രെയിൻ എന്റെ ശരീരത്തിൽ കൂടി കടന്നുപോയി. അതിനുശേഷം അവർ ഹരിദാസിനെയും കൊന്നു. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾക്കിനി ഒന്നിച്ചു കഴിയാമല്ലോ. പിന്നിൽ ആരാണുണ്ടായിരുന്നത്? പുഷ്പരാജ് ചോദിച്ചു. ഞാൻ പറയാം. ഞാൻ അധിക സമയം ഇവിടെ നിൽക്കില്ല. പോകുന്നതിന് മുമ്പ് എല്ലാം പറയും. താങ്കളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുകയാണ് എന്റെ ലക്ഷ്യം. ഞാനിവിടെ വന്നതും അതിനാണ്. ഒരു മിന്നൽ അവളുടെ ശരീരത്തുകൂടി തെന്നിക്കടന്നുപോയി. മഴത്തുള്ളികൾ മണൽ പോലെ ശക്തിയായി പതിഞ്ഞു. ചില്ലിട്ട ജനൽപ്പാളികളിൽ അവ പതിഞ്ഞ് ഒന്നു ചേർന്ന് താഴോട്ടൊഴുകി. കായലിൽ ഓളങ്ങൾ ചുരുൾ വിടർന്നുകൊണ്ടിരുന്നു. അടുത്ത സമയത്തെങ്ങും വൈദ്യുത വിളക്ക് പ്രകാശിക്കുകയില്ലെന്നുറപ്പായി. കഴുത്തിൽ തുണി മുറുകിയപ്പോൾ ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ തളർന്നു. തലേ ദിവസം എന്റെ അവസാന ഷോട്ടും തന്റെ ചിത്രത്തിനു വേണ്ടി ഫിലിമിലേക്ക് പകർത്തിയ സംവിധായകനായിരുന്നു എന്റെ കഴുത്തിൽ തുണി മുറുക്കിക്കൊണ്ടിരുന്നത്. ആ ചിത്രത്തിന്റെ പേരെന്താണ്? പുഷ്പരാജ് ഒരു സാധാരണ സ്ത്രീയെ ക്രോസ് ചെയ്യുന്നത് പോലെ ചോദിച്ചു.
ഗന്ധർവ കന്യക. ഞാനാണ് നായിക. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ചിത്രം കൂടുതൽ ഓടുമെന്ന കണക്കുകൂട്ടലിലാണ് അയാളത് ചെയ്തത്. ആ രീതിയിൽ അയാൾക്ക് പരസ്യം ചെയ്യുകയും ചെയ്യാമല്ലോ. അയാളുടെ പേര് റോബിൻസൺ. അയാളാണ് ആദ്യം എന്നെ നായികയാക്കിയത്. അതേ മനുഷ്യൻ തന്നെ എന്നെ നശിപ്പിക്കുകയും ചെയ്തു. അവൾ അത് പറയുമ്പോൾ കണ്ണുകൾ നനഞ്ഞിരുന്നു. റോബിൻസൺ, റോബിൻസൺ. പുഷ്പരാജ് ആ പേര് 2 തവണ ഉച്ചരിച്ചു. കാറ്റിന് ശക്തി കൂടി വന്നു. കൊളുത്തിട്ടിട്ടില്ലാത്ത ഒരു ജനൽപ്പാളി മലർക്കെ തുറന്നു. അത് 2 തവണ വിജാഗിരിയിൽ ശബ്ദമുണ്ടാക്കി. പുഷ്പരാജിന്റെ കയ്യിലിരുന്ന സിഗാർ ലൈറ്റർ ഊതി അണച്ചതുപോലെ അതിന്റെ തിരയിൽ പറ്റി നിന്ന ദീപശിഖ തെറിച്ചുപോയി. പെട്ടെന്ന് അദ്ദേഹം ടോർച്ചിന്റെ ബട്ടണിൽ വിരലമർത്തി. അത്ഭുതം! വിളക്ക് തെളിഞ്ഞില്ല. 2-3 തവണ അദ്ദേഹം കുടയുകയും അതിന്റെ പിൻവശത്ത് തട്ടുകയും ചെയ്തു. അതിന് ജീവൻ ലഭിച്ചില്ല. സിഗാർ ലൈറ്റർ താഴെ എറിഞ്ഞ ശേഷം അദ്ദേഹം ടോർച്ചിന്റെ പിന്നിലെ അടപ്പഴിച്ചെടുത്തു. ബാറ്ററി വെളിയിലേക്ക് തട്ടി. ഒരു ബാറ്ററി പുറത്തു വന്നു. അടുത്തത് അതിനുള്ളിൽ ഉറച്ചുപോയി. ഭിത്തിയിൽ അദ്ദേഹം ടോർച്ച് കൊണ്ട് ശക്തിയായി തട്ടി. ബാറ്ററി പുറത്തു വന്നു. അവ തിരിച്ചിട്ട ശേഷം ടോർച്ച് തെളിച്ചു നോക്കി. മങ്ങിയ ഒരു പ്രകാശം അതിൽ നിന്ന് പുറപ്പെട്ടു. മഴത്തുള്ളികളെ വകഞ്ഞു കീറിക്കൊണ്ട് കടന്നുവന്ന മിന്നലിൽ അദ്ദേഹം അവളെ ശ്രദ്ധിച്ചു. പുഷ്പരാജിന്റെ കണ്ടനാളത്തിൽ വാക്കുകൾ തടഞ്ഞുപോയി. അവൾ അപ്രത്യക്ഷയായിരിക്കുന്നു. അരണ്ട പ്രകാശം അറച്ചറച്ച് പുറപ്പെടുവിച്ചുകൊണ്ടിരുന്ന ആ ലൈറ്റ് അദ്ദേഹം മുറിയുടെ മൂലയിലും കിടക്കയുടെ അടിയിലും പതിപ്പിച്ചു. പക്ഷെ അതുവരെ തന്റെ മുൻപിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന ആ യുവതിയുടെ ഒരു ലക്ഷണവും അവിടെ അവശേഷിച്ചിട്ടില്ലായിരുന്നു. പുഷ്പരാജ് വാതിൽ കടന്ന് പുറത്തു വന്ന് അല്പദൂരം പോയി നോക്കി. യാതൊരു ഫലവുമില്ലായിരുന്നു. മഴയും ഇടിമിന്നലും കാറ്റും ഹോട്ടലിന് പുറത്തിറങ്ങുന്നതിന് വിലങ്ങ് തടിയായി നിലകൊണ്ടു. മാത്രമല്ല അവളുടെ കറുത്ത വേഷവും അതിന് പ്രതികൂലമായിരുന്നു. തിരികെ മുറിക്കുള്ളിൽ കയറി അദ്ദേഹം വാതിൽ കുറ്റിയിട്ടു. ഒരു മെഴുകുതിരി കണ്ടുകിട്ടുകയെന്ന ആഗ്രഹത്തോടെ അദ്ദേഹം ആ മുറിയിലുണ്ടായിരുന്ന മേശയുടെ വലിപ്പുകളെല്ലാം തുറന്നു മലർത്തി നോക്കി. അദ്ദേഹത്തിന് നിരാശനാകേണ്ടി വന്നില്ല. ഏറ്റവും അടിയിലുള്ള ഡ്രായറിൽ ആരോ ഉപേക്ഷിച്ചിട്ടിരുന്ന ഒരു തടിച്ച മെഴുകുതിരി കഷണം അദ്ദേഹത്തിന് ലഭിച്ചു. മുങ്ങിച്ചാകുവാൻ തുടങ്ങുന്ന ഒരാൾക്ക് ആറ്റുവഞ്ചിയുടെ ശിഖരം തടഞ്ഞപ്പോഴുണ്ടായ ആഹ്ലാദത്തോടെ അദ്ദേഹം ആ മെഴുകുതിരിയെടുത്ത് വലിച്ചെറിഞ്ഞ സിഗാർ ലൈറ്റർ തെളിയിച്ചു. അവസാനമായി അതിൽ അവശേഷിച്ചിരുന്ന പെട്രോളിന്റെ അംശം ഒന്ന് തെളിഞ്ഞു. മെഴുകുതിരിയുടെ ചരടിൽ അത് പകർന്ന് ഉന്മേഷം കൈക്കൊണ്ടു. ടേബിൾ ലാമ്പ് വെച്ചിരുന്ന ടീപ്പോയിൽ അദ്ദേഹം അത് സ്ഥാപിച്ചു. കിടക്കയിലിരുന്നപ്പോൾ അല്പം മുമ്പ് ഒരു സ്വപ്നം പോലെ സംഭവിച്ച കാര്യങ്ങൾ ഒരു തിരശ്ശീലയിലെ ചലച്ചിത്രത്തിന്റെ ഭാഗങ്ങൾ പോലെ അദ്ദേഹം മസ്തിഷ്കത്തിൽ കൂടി ഒന്നിനു പുറകെ ഒന്നായി കടത്തിവിട്ടു. അതൊരു വാസ്തവമായിരുന്നുവോ എന്നുകൂടി അദ്ദേഹം സംശയിച്ചു. മേശപ്പുറത്തിരുന്ന ഡയറി എടുത്ത് അതെല്ലാം കുറിച്ചുവെച്ചു. അവൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണെങ്കിൽ കേസ് തെളിയിച്ചെടുക്കുവാൻ പ്രയാസമില്ല. പക്ഷെ അവൾ ആരായിരുന്നുവെന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തെ കീഴടക്കി. ഒരു പ്രേതം അദ്ദേഹത്തിന്റെ മുന്നിൽ കടന്നു വരികയോ? ഈ സംഭവം ആരോടെങ്കിലും പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? താൻ അവളെ കണ്ടപ്പോൾ മുതൽ ഒരു മായാലോകത്തായിരുന്നു. ക്ലോക്കിൽ ഒരു പ്രാവശ്യം മണി മുഴങ്ങി. 1:30. അദ്ദേഹം വാച്ചിൽ നോക്കി. ഉറക്കം യാത്ര പറഞ്ഞു കഴിഞ്ഞിരുന്നു. മഴ അവസാനിക്കുന്ന മട്ട് കണ്ടില്ല. അതിന്റെ വീറും വാശിയും ഏറി വരികയാണ്. കടലിലെ വിളക്കുകൾ അവ്യക്തമായി ചലിക്കുന്നുണ്ട്. അലറിക്കൊണ്ട് കാറ്റ് ഹോട്ടൽ കെട്ടിടത്തെ പിടിച്ചു കുലുക്കുന്നു. ആൾതാമസമില്ലാത്ത ചില മുറികളിലെ ജനൽപ്പാളികൾ ആഞ്ഞടിക്കുന്നുണ്ട്. മെഴുകുതിരി ജ്വാല സൃഷ്ടിക്കുന്ന നിഴലുകൾ ചുവരിൽ സാവധാനം ചലിക്കുന്നുണ്ട്. പുഷ്പരാജ് വീണ്ടും നോവൽ കയ്യിലെടുത്തു. മടക്കി വെച്ചിരുന്ന താൾ നിവർത്തി വായിച്ചവസാനിച്ച ഭാഗം കണ്ടുപിടിച്ചു. ഡിറ്റക്റ്റീവ് മാർക്സിൻ 2-3 നിമിഷം ഇതികർത്തവ്യഥാമൂഢനായി ആ രൂപത്തെ തന്നെ ഇമവെട്ടാതെ ശ്രദ്ധിച്ചു നിന്നു. ഈ അസമയത്ത് നിങ്ങൾ എന്തിനിവിടെ കടന്നുവന്നു? നീണ്ട വസ്ത്രം ധരിച്ച പ്രഭുകുമാരി ചോദിച്ചു. ഈ കൊട്ടാരത്തിൽ ഒരു പ്രകാശം ഞാൻ കണ്ടു. ആൾതാമസമില്ലെന്ന് എനിക്കറിയാം. അതെന്താണെന്ന് കണ്ടുപിടിക്കുവാനാണ് ഞാൻ വന്നത്. പക്ഷേ മാർക്സിൻ ഇടയ്ക്ക് സംസാരം നിർത്തി അവളുടെ നേർക്ക് കണ്ണയച്ചു. ഇപ്പോൾ ആൾതാമസമുണ്ടെന്ന് മനസ്സിലായോ? ഇതിനുള്ളിൽ നിങ്ങൾ കടന്നു വന്നത് ബുദ്ധിമോശമായിപ്പോയി. ഞാൻ മാത്രമല്ല ഇവിടെയുള്ളത്. എന്നെപ്പോലെ പലരും ഇവിടെയുണ്ട്. അവർ നിങ്ങളെ കണ്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് മടങ്ങുവാനാവില്ല. നിങ്ങൾ ഗേറ്റ് കടക്കുന്നത് ഞാൻ കണ്ടു. കുപ്പിച്ചില്ലുകൾ കൂട്ടിയുരയ്ക്കുന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു. നിങ്ങൾ ആരാണ്? ഇവിടെ എന്തിനു കഴിഞ്ഞുകൂടുന്നു? ഇത് വിജനമായ ഒരു കൊട്ടാരമല്ലേ? മാർക്സിൻ ചോദിച്ചു. അല്ല, ഈ കൊട്ടാരത്തിന്റെ അവസാനത്തെ അവകാശിയാണ് ഞാൻ. എന്റെ ചിത്രം നിങ്ങൾ കണ്ടില്ലേ? ആ ചിത്രം വളരെ പഴക്കമുള്ളതാണല്ലോ. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വേഷങ്ങൾക്ക് കുറഞ്ഞത് 150 വർഷമെങ്കിലും പഴക്കമുണ്ട്. അത് വരച്ച ചിത്രകാരൻ മരിച്ചു മണ്ണടിഞ്ഞിട്ട് 125 വർഷങ്ങളായി. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും. എന്നാലും നിങ്ങൾക്ക് പലതും അറിഞ്ഞുകൂടാ. അതിന് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കറിഞ്ഞുകൂടാത്തത് പലതും ലോകത്തില്ലേ? അതുപോലെ ഞങ്ങളുടെ കാര്യവും. കഴിയുന്നതും വേഗം നിങ്ങൾ ഈ വളപ്പ് കടന്നുകൊള്ളൂ. ഇനി ഒരിക്കലും നിങ്ങൾ ഇവിടെ വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളുടെ ആകാര സൗഷ്ഠവം എന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു. നിങ്ങൾ സുന്ദരനാണ്. അവൾ പിന്തിരിയുവാൻ ഭാവിച്ചു. ഏകനായി അവിടെ നിൽക്കുന്നത് ബുദ്ധിപൂർവമല്ലെന്ന് കണ്ട് മാർക്സിൻ പിൻവാങ്ങി.
അദ്ദേഹം ഗോവണി ഇറങ്ങി താഴെ വന്നു. പെട്ടെന്ന് വളക്കിലുക്കം. മുകളിൽ ആരൊക്കെയോ പൊട്ടിച്ചിരിക്കുന്നത് കേട്ടു. വികൃതവും പൈശാചികവുമായ ആ അട്ടഹാസം അദ്ദേഹത്തെ നടുക്കിക്കളഞ്ഞു. വളപ്പിലേക്കുള്ള ഗേറ്റും കടന്ന് മാർക്സിൻ റോഡിലെത്തി. ഓക്കുവൃക്ഷത്തിന്റെ മറവിൽ കാർ കിടപ്പുണ്ട്. അതിൽ കയറി ഒരു തവണ കൂടി കൊട്ടാരത്തിലേക്ക് കണ്ണയച്ച ശേഷം അദ്ദേഹം ഡ്രൈവ് ചെയ്തു. പുഷ്പരാജ് ഒരു തവണ കൂടി ആ ഭാഗം വായിച്ചു. തനിക്ക് അല്പം മുമ്പ് അനുഭവപ്പെട്ടതും ഈ നോവലിലെ സംഭവങ്ങളുമായി വളരെയധികം സാമ്യമുണ്ട്. പ്രേതങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ലേഖനങ്ങളും അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അതൊക്കെ വിശ്വസിക്കുവാൻ സാമാന്യ ബുദ്ധി സമ്മതിക്കുന്നില്ലെങ്കിലും ചിലപ്പോൾ അറിയാതെ അതിലേക്ക് വഴുതി വീണുപോകുന്നു. അതൊരു സ്വപ്നമായിരുന്നാലും അല്ലെങ്കിലും തനിക്ക് അറിഞ്ഞുകൂടാത്ത പലതും ആ സന്ദർഭത്തിൽ ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു വസ്തുതയായി അദ്ദേഹത്തിൽ അവശേഷിച്ചിരുന്നു. റോബിൻസൺ എന്നൊരു ചലച്ചിത്ര നിർമ്മാതാവിനെക്കുറിച്ച് അവൾ പറഞ്ഞിരുന്നു. അയാൾ അവളെ കൊലപ്പെടുത്തിയതായി ഒരു ഊഹം ലഭിച്ചു. അയാൾക്ക് അവളെ കൊലപ്പെടുത്തേണ്ട ആവശ്യം ബാലിശമായി തോന്നി. ചിലപ്പോൾ അയാളുടെ പിടിയിൽ നിന്നും അകന്നു പോയതിലുണ്ടായ വൈരാഗ്യബുദ്ധി ഒരുപക്ഷെ കൊലപാതകത്തിന് വഴിതെളിച്ചിരിക്കാം. അയാളുടെ അടുത്ത ചിത്രത്തിലേക്കുള്ള കോൺട്രാക്ട് അവൾ തിരസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഈ കടുങ്കൈക്ക് മുതിരാനും മതി. മരണം നടന്ന രാത്രിയിൽ റോബിൻസൺ എവിടെയുണ്ടായിരുന്നു എന്ന് അന്വേഷിച്ചാൽ ചില തെളിവുകൾ ലഭിക്കുവാൻ ഇടയുണ്ട്. ഹരിദാസിനെക്കുറിച്ച് അവൾ പറഞ്ഞിട്ടുണ്ട്. മരണമടഞ്ഞ ഹരിദാസുമായി അവൾക്ക് ബന്ധമുണ്ടായിരുന്നു. അയാൾ അവളുടെ മരണത്തിന് സാക്ഷിയാണ്. അയാളെ വകവരുത്തേണ്ടത് കൊലപാതകികളുടെ ആവശ്യമായിരുന്നു. രവിയും ഹമീദും തന്നിട്ടുള്ള മൊഴികളുമായി നോക്കുമ്പോൾ ഈ നിഗമനത്തിന് കൂടുതൽ സ്വാധീനം ലഭിക്കുന്നുണ്ട്. യുവതിയുടെ മരണശേഷമാണ് ഹരിദാസ് കൊല്ലപ്പെട്ടത്. അവൾ പറഞ്ഞതുമായി ഒത്തുനോക്കുമ്പോൾ ഹരിദാസ് വധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതേസമയം തനിക്ക് ഹോട്ടലിൽ വെച്ച് ടേപ്പ് റെക്കോർഡറിൽ ലഭിച്ച സംഭാഷണം ഇപ്പോൾ നടന്ന തെളിവുകൾക്ക് ഘടകവിരുദ്ധമാണ്. അതിൽ കള്ളപ്പണം ഉപയോഗിച്ച് കാർ വാങ്ങുവാൻ അവൾ ഒരുമ്പെട്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് റീത്തയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ റീത്തയ്ക്ക് എന്ത് കൈയാണുള്ളതെന്ന് പിടികിട്ടാതെ നിലകൊള്ളുന്നു. ഹരിദാസിന്റെ പ്രേതം റീത്തയെ ആവശ്യപ്പെടണമെങ്കിൽ ഇപ്പോൾ കേട്ടത് വാസ്തവമാണെങ്കിൽ അവൾ റോബിൻസന്റെ ഏജന്റ് ആയിരിക്കണം. നൃത്തത്തിന് ശേഷം അവൾ കാറിൽ പോയത് പുതിയ പ്രൊഡ്യൂസർ ആവാനേ തരമുള്ളൂ. റോബിൻസൺ ആയിരിക്കുവാൻ വഴിയില്ല. ആകപ്പാടെ തറയിൽ വീണ് കുരുങ്ങിയ ദൈർഘ്യമേറിയ ഒരു നൂൽ പോലെ ആയി തീർന്നിരിക്കുകയാണ്. പുഷ്പരാജിന്റെ തലച്ചോറിൽ ഒരു ചിലന്തി വല നെയ്യുവാൻ ആരംഭിച്ചു കഴിഞ്ഞു. വ്യത്യസ്ത സ്വഭാവമുള്ള സംഭവങ്ങൾ ഒന്നിനൊന്ന് കെട്ടുപിണഞ്ഞുകൊണ്ടിരുന്നു. ഇതിനെല്ലാം ഉപരിയായി മുറിയിൽ വന്നതിനു ശേഷം അത്ഭുതകരമാം വിധം അപ്രത്യക്ഷമായ ആ പ്രേതം പുഷ്പരാജിന്റെ ചിന്താമണ്ഡലത്തിൽ ഒരു തരത്തിലും പിടികൊടുക്കാതെ വഴുതി മാറിക്കൊണ്ടിരുന്നു. ഫോൺ ബെല്ലടിക്കുവാൻ തുടങ്ങി. ഈ അർദ്ധരാത്രിയിൽ തന്നെ ആര് വിളിക്കാനാണ്? പുഷ്പരാജ് റിസീവർ എടുത്തു. ലൈറ്റനിങ് കോളാണ്. എന്ത്? അറിയാതെ പുഷ്പരാജിന്റെ ശബ്ദം ഉയർന്നുപോയി. മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതശരീരം കാണാനില്ലെന്നോ? എങ്ങനെ നഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞുകൂടെ? എന്താണിതൊക്കെ? ഞാൻ ഉടൻ തന്നെ എത്താം. ഫോൺ താഴെ വെച്ചപ്പോൾ മുറിയിൽ പ്രത്യക്ഷപ്പെട്ട മൃതിയടഞ്ഞ കുസുമം എന്ന യുവതിയുടെ രൂപം കൺപോളകളിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അവളുടെ മൃതശരീരം കാണാതായിരിക്കുന്നു. പുഷ്പരാജ് മെഴുകുതിരി എത്രത്തോളം കത്തുമെന്ന് പരിശോധിച്ചു. അല്പം മുമ്പ് ആ സ്ത്രീയുടെ പ്രേതമാണോ? തന്റെ മുന്നിൽ വന്നു നിന്ന് സംസാരിച്ചതേയുള്ളൂ. അടുത്ത നിമിഷം ലൈറ്റനിങ് കോൾ വന്നിരിക്കുന്നു. മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതശരീരം കാണാതായിരിക്കുന്നുവെന്ന് തന്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തിയ ആ വാർത്ത അദ്ദേഹത്തെ വീണ്ടും ചിന്താകുലനാക്കി. കഴിയുന്നതും വേഗം യാത്ര തിരിക്കണമെന്ന ഉദ്ദേശത്തോടെ അദ്ദേഹം വേഷം മാറി സ്യൂട്ട് കേസ് എടുത്ത് അത്യാവശ്യത്തിനുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷം വാതിൽ തുറന്നു. നിൽക്കവിടെ! അപരിചിതമായ ഒരു സ്വരം അദ്ദേഹത്തെ സ്തബ്ധനാക്കി. തൊട്ടുമുന്നിൽ ഒരു റിവോൾവർ. അതിന്റെ കാഞ്ചിയിൽ വിരൽ അമർന്നിരിക്കുന്നു. കട്ടപിടിച്ച ഇരുളിൽ ആരാണ് തനിക്ക് അഭിമുഖമായി നിൽക്കുന്നതെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ജനാലയിൽ കൂടി നേരിയ വെളിച്ചം കടന്നു വരുന്നുണ്ട്. അതിന്റെ സഹായത്താൽ ഒരാളുടെ രൂപം അവ്യക്തമായി മാത്രം കാണാം. വലത് കൈയിലുള്ള സ്യൂട്ട് കേസ് ഞൊടിയിടയിൽ ശക്തിയായി മുകളിലേക്ക് എറിയുന്ന വേഗത്തിൽ തോക്കിൽ ആഞ്ഞടിക്കുകയും ഒപ്പം താഴേക്ക് കുനിയുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം എതിരാളിയെ നേരിട്ടു. അപ്രതീക്ഷിതമായ ഒരു പ്രവൃത്തിയായതിനാൽ അവന്റെ കയ്യിൽ നിന്നും തോക്ക് തെറിച്ചു വീണു. താഴേക്ക് കുനിഞ്ഞ പുഷ്പരാജ് ശിരസ്സുകൊണ്ട് അവന്റെ അടിവയറ്റിൽ ഇടിച്ചു. അവൻ പിന്നോട്ട് ആഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ ഇടത് കൈക്ക് കയറി പിടിച്ചു. സ്യൂട്ട് കേസ് കൊണ്ട് അദ്ദേഹം അവനെ നേരിട്ടു. അവൻ മുറിക്കുള്ളിൽ കമിഴ്ന്നു വീണു. എണീക്കാൻ ഭാവിച്ച അവന് അദ്ദേഹം ഒരടി കൂടി കൊടുത്തു. വലത് കൈയിലിരുന്ന പെട്ടി താഴെ വെച്ച ശേഷം അദ്ദേഹം അവനെ മലർത്തിയിട്ടു. അനങ്ങിപ്പോകരുത്, കൊന്നുകളയും ഞാൻ. പെട്ടി അവന്റെ മാറിൽ വെച്ച ശേഷം അദ്ദേഹം മെഴുകുതിരി കൊളുത്തി അവന്റെ തോക്ക് കണ്ടെടുത്തു. എണീക്ക്! പെട്ടി ഉയർത്തിയ ശേഷം പുഷ്പരാജ് ആജ്ഞാസ്വരത്തിൽ പറഞ്ഞു. അവൻ വളരെ പ്രയാസപ്പെട്ട് എണീറ്റു. നിങ്ങൾ ആരാണ്? ഒരു നീഗ്രോ വംശജന്റെ മുഖഭാവമുള്ള അയാളോട് അദ്ദേഹം ചോദിച്ചു. ഞാൻ മദ്രാസിയാണ് സാർ. വളരെ കാലമായി മലയാളത്തിലാണ്. സിനിമയിൽ സ്റ്റണ്ട് നടൻ. പേര് രാമസ്വാമി. അവൻ ശുദ്ധമല്ലാത്ത മലയാളത്തിൽ പറഞ്ഞു. നിന്നെ ഇവിടേക്ക് ആരാണ് പറഞ്ഞയച്ചത്? രഘു സാറാണ് സാർ, പടം മുതലാളി. അവൻ വിക്കി പറഞ്ഞു. നീ ഇവിടെ എങ്ങനെ വന്നു? പുഷ്പരാജ് തിരക്കി. ഞാൻ കാറിലാണ് സാർ വന്നത്. ഇവിടെ സാറുണ്ടെന്ന് പറഞ്ഞു. സാറിനെ കൊല്ലണമെന്ന് പറഞ്ഞു. ഓഹോ,
അങ്ങനെയാണല്ലേ? പുഷ്പരാജ് ഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. 15 മിനിറ്റിനകം ഒരു ഹെഡ് കോൺസ്റ്റബിളും 2 പോലീസുകാരും സ്ഥലത്ത് വന്നു. അദ്ദേഹം അവരെ ഏൽപ്പിച്ചു. ഏതായാലും അവൻ വന്നത് വെറുതെയായില്ല. പടം മുതലാളി രഘുസാറിനെ പിടികിട്ടി. പുഷ്പരാജ് സ്വയം മന്ത്രിച്ചുകൊണ്ട് പുറത്തിറങ്ങി. അദ്ദേഹം നേരെ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് നടന്നു. ഭാഗ്യവശാൽ എന്തോ കാരണത്താൽ വൈകി വന്ന ഒരു പാലക്കാട് ഫാസ്റ്റ് പാസഞ്ചർ അദ്ദേഹത്തിന് ലഭിച്ചു. 4:30 മണിയായപ്പോൾ അദ്ദേഹം കോട്ടയത്ത് വന്നു ചേർന്നു. താൻ എപ്പോഴും തങ്ങാറുള്ള ഹോട്ടലിലേക്ക് തന്നെ അദ്ദേഹം പോയി. തന്റെ മുറി തുറന്ന് അകത്ത് കയറിയ ഉടനെ അടുത്ത മുറിയുടെ വാതിൽ ആരോ തുറക്കുന്ന ശബ്ദം കേട്ടു. ഒപ്പം വാതിലിൽ ആരോ തട്ടുകയും ചെയ്തു. പുഷ്പരാജ് അടച്ച വാതിൽ തുറന്നു. ഹലോ മിസ്റ്റർ പ്രണവ്, എപ്പോൾ വന്നു? അകത്തേക്ക് വരൂ. തന്റെ മുന്നിൽ സല്യൂട്ട് ചെയ്തു നിന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ അദ്ദേഹം ക്ഷണിച്ചു. ഞാൻ ഈ വേഷം ഒന്ന് മാറി മുഖമൊക്കെ ഒന്ന് കഴുകട്ടെ. ഇന്ന് ലേശം പോലും ഉറങ്ങിയിട്ടില്ല. ഇതാ വരുന്നു. പുഷ്പരാജ് പ്രണവിനോട് ഇരിക്കാൻ പറഞ്ഞു. പിന്നെ പോയ കാര്യം എന്തായി? മുഖം കഴുകി ഉന്മേഷം വീണ്ടെടുത്ത് പുഷ്പരാജ് സോഫയിൽ വന്നിരുന്നു. എന്തെങ്കിലും പ്രധാന വിവരം പ്രണവ് കൊണ്ടുവന്ന് കാണുമെന്ന് പുഷ്പരാജിന് ഉറപ്പുണ്ടായിരുന്നു. താങ്കൾ നിയോഗിച്ചതനുസരിച്ച് ഞാൻ അവരെ പിന്തുടർന്നു. അവർ കോഴിക്കോട്ടുകാരാണ്. ആ വൃദ്ധയും ചെറുപ്പക്കാരനും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ചെറുപ്പക്കാരൻ ഒരു കള്ളക്കടത്ത് കേസിൽ ഇതിനു മുമ്പ് പിടിക്കപ്പെട്ട ആളാണ്. അയാളുടെ പേര് ഹരിദാസ് എന്നല്ല. ആ സ്ത്രീ ഒരു അഭിസാരികയാണ്. അവരും അവന്റെ സംഘത്തിൽപ്പെട്ടതാണ്. അവരെ ഗൗനിച്ചു കൊള്ളുവാൻ ഞാൻ ലോക്കൽ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത് വന്നവർ പറഞ്ഞത് ശരിയാണ്. അവരുടെ മകൻ തന്നെയാണ് മരണമടഞ്ഞത്. മൃതശരീരം പള്ളിയിലാണ് അടക്കം ചെയ്തത്. മരിച്ചയാളുടെ പേര് ജോൺ കുര്യൻ എന്നുള്ളത് ശരിയാണ്. അതേസമയം അയാൾ ഹരിദാസ് എന്ന പേരിൽ ഒരു നാടക കമ്പനിയിൽ 1 വർഷം അഭിനയിച്ചിട്ടുണ്ട്. ഇതാ അയാൾ അഭിനയിച്ച നാടകത്തിന്റെ നോട്ടീസ്. പ്രണവ് 2 നോട്ടീസുകൾ പുഷ്പരാജിനെ ഏൽപ്പിച്ചു. വ്യത്യസ്ത വേഷങ്ങളിലുള്ള 2 ചിത്രങ്ങൾ ഹരിദാസിന്റേതായി അതിലുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞത് ശരിയാണ്. പുഷ്പരാജ് ചിന്തിച്ചു. ആരുടെ ആവശ്യപ്രകാരമാണ് അവർ പ്രേതം ഏറ്റുവാങ്ങാൻ വന്നതെന്ന് മനസ്സിലാക്കിയോ? പുഷ്പരാജ് പ്രണവിനോട് ചോദിച്ചു. ഞാൻ ആ സ്ത്രീയെ ചോദ്യം ചെയ്തു. കോഴിക്കോട്ടുള്ള ഒരു ഹോട്ടലിൽ വെച്ച് ഒരു സ്ത്രീയും പുരുഷനും കൂടി അവരെ 3 പേരെയും വരുത്തി പ്രേതം ഏറ്റുവാങ്ങി എറണാകുളത്ത് എത്തിക്കുവാൻ പറഞ്ഞു. അവർ ഒരു ബോട്ടിൽ അത് കൊണ്ടുപോയിക്കൊള്ളാമെന്ന് ഏറ്റിരുന്നു. രാത്രിയിലാണ് അവർ അതിന് പ്ലാൻ ഇട്ടത്. സ്ത്രീയും പുരുഷനും ആരെന്ന് അവർക്ക് വ്യക്തമായി അറിഞ്ഞുകൂടാ. പുരുഷൻ സാധാരണ കോഴിക്കോട്ട് വരുന്ന ആളാണെന്ന് മാത്രം അവർക്കറിയാം. അവർ 2 പേരും കൂടിയാണ് പ്രേതം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വാഗണിൽ കൊണ്ടുവന്നത്. ഒരു ഹെയർ ഓയിൽ കമ്പനിയുടെ വാഗണായിരുന്നു അതെന്ന് അവർ പറഞ്ഞു. നേരിൽ കണ്ടാൽ തിരിച്ചറിയുമെന്ന് ആ സ്ത്രീ പറഞ്ഞു. അവരെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് ധരിപ്പിച്ചപ്പോഴാണ് ഇത്രയും പറഞ്ഞത്. അവരുടെ മേൽവിലാസം? പ്രണവ് ഡയറിയിൽ നിന്നും 3 പേരുടെയും വിലാസങ്ങൾ പുഷ്പരാജിന് നൽകി. അന്നത്തെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ശേഷം പുഷ്പരാജ് അതിരാവിലെ ഡോക്ടർ മോഹൻദാസിനെ കണ്ടു. അദ്ദേഹം ആകപ്പാടെ പരിഭ്രമിച്ചതുപോലെ കാണപ്പെട്ടു. താങ്കൾ ഫോൺ ചെയ്തിരുന്നത് വാസ്തവമാണോ? പുഷ്പരാജ് ഡോക്ടറിൽ നിന്നും എല്ലാ വിവരങ്ങളും അറിയുവാൻ ആഗ്രഹിച്ചു. അതെ, രാത്രി 8 മണിക്ക് ഞാൻ മോർച്ചറിയുടെ സമീപത്തുകൂടി നടക്കുമ്പോൾ പൂട്ട് തുറന്നു കിടക്കുന്നത് കണ്ടു. അവിടെ കാവലേർപ്പെടുത്തിയിരുന്ന കോൺസ്റ്റബിൾമാർ ഉറക്കം തൂങ്ങുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ വാതിൽ തുറന്ന് മോർച്ചറി പരിശോധിച്ചു. പ്രേതം അപ്രത്യക്ഷമായിരിക്കുന്നു. അതിനുശേഷം ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പരിശോധിച്ചു. അവരുടെ രക്തം അപ്പോൾ തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തു നോക്കി. അവർ ഹെറോയിൻ എന്ന മയക്കുമരുന്ന് ഉപയോഗിച്ചതായി തെളിഞ്ഞു. ഒരു അറ്റൻഡർ അവർക്ക് 2 സിഗരറ്റുകൾ വലിക്കാൻ നൽകിയതായി ബോധം വീണ്ടും കിട്ടിയപ്പോൾ അവർ പറഞ്ഞു. എന്നാൽ അവർ തന്ന അടയാളത്തിലുള്ള ആരും ഈ ഹോസ്പിറ്റലിൽ ഇല്ല. അപ്പോൾ അത് ബോധപൂർവം മുൻകൂട്ടിയുള്ള പ്ലാൻ അനുസരിച്ച് ചെയ്തിരിക്കുന്നതായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. അതാണ് താങ്കൾക്ക് അപ്പോൾ തന്നെ ഫോൺ ചെയ്തത്. ഡോക്ടർ കഴിഞ്ഞ സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണം നൽകി. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് അപ്പോൾ തന്നെ ഡിവൈഎസ്പിയെ കാണുവാൻ തീരുമാനിച്ചു. ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ മോഹൻദാസിനോട് യാത്ര പറഞ്ഞിറങ്ങി. ഞാൻ എല്ലാ വിവരങ്ങളും അറിഞ്ഞു. ഇനി എന്താണ് നാം അടുത്തതായി ചെയ്യുക? മിസ്റ്റർ ഫ്രാൻസിസ് പുഷ്പരാജിന്റെ അഭിപ്രായം ആരാഞ്ഞു. ആദ്യമായി നാം കണ്ടുപിടിക്കേണ്ടത് രഘുവിനെയാണ്. സിനിമ പ്രൊഡ്യൂസ് ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്ന രഘുവെന്ന നിർമ്മാതാവുണ്ടെങ്കിൽ അയാളെ കണ്ടുപിടിക്കണം. ആ പേരിൽ ഒരാൾ എറണാകുളത്ത് റീത്തയുമായി തങ്ങുന്നുണ്ട്. അതോടൊപ്പം ഇന്നലെ രാത്രി എനിക്കൊരു അനുഭവമുണ്ടായി. വളരെ രസകരവും വിചിത്രവുമായ ഒരു സംഭവം. പുഷ്പരാജ് പ്രേതത്തെ കണ്ട വിവരങ്ങളെല്ലാം ഒരു കഥ പോലെ വിവരിച്ചു പറഞ്ഞു.